പിണറായിയുടെ തല കൊയ്യാനുള്ള RSS ആഹ്വാനം വിഷയം ചർച്ചയിൽ പങ്കെടുക്കുന്നത് CPM നേതാവ് ശ്രീ മുഹമ്മദ് റിയാസ്, BJP നേതാവ് അഡ്വക്കേറ്റ് VV രാജേഷ് എന്നിവർ. VV രാജേഷ്, ഡോക്ടർ കുന്ദൻ ചന്ദ്രാവത്ത് മധ്യപ്രദേശിൽ ഇന്ന് MP മാരെയും MLA മാരെയും ഇരുത്തിയാണ് ഈ കൊലവിളി നടത്തിയത്. പിണറായിയുടെ തല കൊയ്യുന്ന ആൾക്ക് ഈ നേതാവിൻ്റെ സ്വത്ത് പോലും വിറ്റ് 1 കോടി കൊടുക്കാൻ തയ്യാറാണ് എന്ന്. ഇപ്പോഴും അദ്ദേഹം സ്വതന്ത്രമായി വിരാജിക്കുകയാണ്. ഇത് ഏത് നാട് എന്നാണ് ആരും ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം. ഇന്ന് അവിടെ ഒരു പ്രസംഗം നടത്തിയായിട്ട് മാധ്യമങ്ങളിലൊന്ന് വാർത്തയെക്കുറിച്ച് ഞാൻ ആദ്യം പ്രതികരിക്കാം. എന്നിട്ട് നമുക്ക് ഏത് നാടെന്നൊക്കെ ഉള്ള നമുക്ക് കേരളത്തിനെയും കൂടെ വെച്ച് ചർച്ച ചെയ്യാം. അത് RSSൻ്റെയോ BJPയുടെയോ ഔദ്യോഗിക ബാനറിലോ ഔദ്യോഗികമായി സംഘടിപ്പിച്ച പരിപാടിയല്ല. ഒരു പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കുന്നു. ആ പ്രതിഷേധ പരിപാടിയിൽ ഒരുപാട് സംസാരിക്കാനുണ്ടായിരുന്നു. അതിൽ BJPയുടെ MLA MP ഒക്കെ ജനപ്രതിനിധികൾ ചിലരുണ്ടായിരുന്നു എന്നുള്ള കാര്യവും ഞാൻ സമ്മതിക്കുക തന്നെയാണ്. ഇവിടെ ആ സാഹചര്യത്തിൽ ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം പറഞ്ഞത് ഒരു സംഘടനയുടെ അഭിപ്രായമായി എടുത്തുകൊണ്ട് അതിനെ പർവ്വതീകരിച്ചുകൊണ്ട് ഒരു BJPയുടെ ഒരു ബൂത്ത് പ്രസിഡന്റ് വന്നിട്ട് ഞാൻ ന്യായീകരിക്കുകയല്ല, ഇത്തരത്തിലൊരു വെല്ലുവിളിയൊക്കെ നടത്തിയിട്ട് പോയിട്ട് അത് BJPയുടെ അഖിലേന്ത്യാ തരത്തിലുള്ള അഭിപ്രായമാണെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് യോജിക്കാൻ സാധിക്കില്ല. പൂർണ്ണമായിട്ട് ചോദ്യം അതല്ല. അങ്ങ് പറഞ്ഞതുപോലെ ആരെങ്കിലും വ്യക്തിപരമായി ഇങ്ങനെ ഒരു തലകൊയ്യൽ പ്രസംഗം നടത്തിയാൽ അനുവദിക്കാൻ പറ്റുന്നതാണോ? ഒന്ന്. രണ്ടാമത്തത്, ഇത് BJP ആരെങ്കിലും കുറ്റപ്പെടുത്തുന്നു എന്നൊരു ചോദ്യത്തിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. അങ്ങനെ ആരെങ്കിലും കുറ്റപ്പെടുത്തുന്നില്ലെങ്കിൽ അവരെയാണ് നമുക്ക് സംശയിക്കേണ്ടി വരിക. ഇതൊരു കുറ്റപ്പെടുത്തേണ്ട കാര്യമല്ലേ? അല്ല, രാഷ്ട്രീയ പ്രതിയോഗികൾ, മാധ്യമങ്ങൾ ഒരു പക്ഷേ അതിനെ കുറ്റപ്പെടുത്തിയിരിക്കുക. ഞങ്ങളുടെ സംഘടനയുടെ നിലപാട് എന്ന് പറയുമ്പോൾ RSSും BJPയും ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന സംഘടനകളാണ്. അതുകൊണ്ട് തന്നെയാണ് ജനമനസ്സുകളിൽ ഇടം നേടാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ഈ 135 കോടി ജനങ്ങൾ ജീവിക്കുന്ന ഒരു രാജ്യത്ത് ഒറ്റപ്പെട്ട ഒരു സംഭവം ഏതെങ്കിലും ഒരു കോൾ നടക്കുമ്പോൾ നമ്മൾ ഒരുമിച്ച് നിന്ന് അപലപിക്കുന്ന RSSൻ്റെ സഹപ്രചാർ പ്രമുഖ മലയാളി കൂടിയായിട്ടുള്ള നന്ദേട്ടൻ ശ്രീ J നന്ദകുമാർ, അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വൈകുന്നേരം 4 മണിയോടുകൂടി തന്നെ എല്ലാ മാധ്യമങ്ങളിലും പോയി സംഘടനയുടെ ഔദ്യോഗിക അഭിപ്രായമല്ല, ഇത് വ്യക്തിപരമായി ആരോ പറഞ്ഞ അഭിപ്രായമാണ്, ജനാധിപത്യത്തെ ബഹുമാനിച്ചുകൊണ്ട് ജനാധിപത്യത്തിൽ അധിഷ്ഠിതമായാണ് RSSും BJPയും പ്രവർത്തിക്കുന്നത്. ആ സ്റ്റേറ്റ്മെന്റ് വന്നതുകൂടി സംഘടനയുടെ സ്റ്റാൻഡ് വളരെ ക്ലിയർ. RSSന്റെ സ്റ്റാൻഡ് അതാണ്. താങ്കൾ ഈ പറഞ്ഞതുപോലെ അത് വ്യക്തമാക്കുകയും ചെയ്തതാണെങ്കിൽ ഈ പറയുന്ന ഡോക്ടർ കുന്ദൻ ചന്ദ്രാവത്ത് ഇപ്പോഴും സ്വതന്ത്രമായ അടുത്ത സമ്മേളന വേദിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിനെതിരെ നിയമപരമായ ഒരു നടപടി എടുക്കാനും ഈ കൂട്ടായ ഒത്തൊരുമ വേണ്ടേ രാജേഷ്? തീർച്ചയായും ഉണ്ടാവണം. സംഘടനയുടേതല്ലാത്ത നില, അപ്പോൾ സംഘടനയുമായിട്ട് സംഘടനയുടെ ഔദ്യോഗിക നിലപാടുമായിട്ട് ഇത്തരക്കാർക്കോ ഈ സ്റ്റേറ്റ്മെൻറ്റിനോ യാതൊരു ബന്ധവുമില്ല. ഞങ്ങൾ ഒരു ശതമാനം പോലും അതുമായി ഒരിക്കലും ചേർന്ന് നിൽക്കുകയില്ല. ഭാവിയിലുമില്ല, ഇന്നലെയുമില്ല, ഇപ്പോഴുമില്ല. പക്ഷേ ഇനി നിയമപരമായ നടപടിയാണെങ്കിൽ, ഇപ്പോൾ രാജേഷ് പറഞ്ഞ ആ കാര്യം ശരിയാണെങ്കിൽ ഇതിനകം തന്നെ അദ്ദേഹം അഴിക്കകത്താകേണ്ടതാണ്, അറസ്റ്റ് ചെയ്യപ്പെടേണ്ടതാണ്. മധ്യപ്രദേശ് ഭരിക്കുന്നത് നിങ്ങളുടെ പാർട്ടിയുടെ നേതാവാണ്. ഈ ഇന്ത്യ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. ഇവരുടെയൊക്കെ ഭാഗം ഏതാണ് എന്ന് ഇപ്പോഴും സംശയം ഉണ്ടാക്കുന്നതാണ് ഇദ്ദേഹം ഇങ്ങനെ സ്വതന്ത്രമായി വിഹരിക്കും. അല്ല, നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി തന്നെയാണ്. നരേന്ദ്രമോദിയെ വലിച്ചിഴച്ച് ആ രീതിയിൽ കണക്ട് ചെയ്യാൻ ഈ ചർച്ച പോകുന്നതിന് ഞാൻ യോജിക്കുകയില്ല. ഇത് ക്രമസമാധാനം, ലോ ആൻഡ് ഓർഡർ സംസ്ഥാനത്തിൻ്റെ പ്രശ്നമാണ്. അത്തരത്തിൽ എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടുത്തെ സംസ്ഥാന ഗവൺമെൻറ് ആ രീതിയിൽ തന്നെ അത് കൈകാര്യം ചെയ്യും. സംഘടന യാതൊരു ഉത്തരവാദിത്വമില്ലാതെ ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് നടത്തുന്ന ആൾക്കാരെ തീർച്ചയായും RSS പോലുള്ള ഇന്ത്യ മുഴുവനും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പ്രവർത്തനമുള്ള ഒരു പ്രസ്ഥാനത്തിന് തീർച്ചയായും കൈകാര്യം ചെയ്യാൻ അറിയാം. ശ്രീ മുഹമ്മദ് റിയാസ്, ഇതാണ് BJPയുടെ നിലപാട്. എങ്ങനെ കാണണം ഇതിനെ? BJPയുടെ നിലപാട് ഇതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. BJPയുടെ നിലപാട് ഇതായിരുന്നെങ്കിൽ ഇന്ത്യ ഒരു ഫെഡറൽ സംവിധാന രാജ്യത്ത് ഒരു മുഖ്യമന്ത്രിയെ കൊലപ്പെടുത്താനുള്ള പരസ്യമായ ആഹ്വാനം, തലക്ക് 1 കോടി ആഹ്വാനം ചെയ്ത വ്യക്തിയെ ആഹ്വാനം ചെയ്ത സംസ്ഥാനത്തെ സർക്കാർ കേസെടുത്ത് ഭീകരവാദ വകുപ്പുൾപ്പെടെ ചാർത്തി കേസെടുത്ത് അറസ്റ്റ് ചെയ്യാത്തതിൻ്റെ ഭാഗമായി കേന്ദ്ര ഗവൺമെൻറ് ഇടപെടാനുള്ള ഉത്തരവാദിത്വം കേന്ദ്ര ഗവൺമെൻറ്റിനുണ്ട്. ഇവിടെ മധ്യപ്രദേശ് സംസ്ഥാനത്ത് ഈ നിസ്സംഗ സമീപനം കൈക്കൊള്ളുന്ന ഗവൺമെൻറ്റിനെ നയിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം BJPയാണ്. ഇവിടെ രാജ്യം ഭരിക്കുന്ന സർക്കാരിനെ നയിക്കുന്നത് BJPയാണ്. അപ്പോൾ ഇന്ന് കാര്യങ്ങൾ ക്ലിയറാണ്. ജനങ്ങൾക്കിടയിൽ ഇതിൻ്റെ ഭാഗമായി ഉയർന്നു വന്ന BJPക്ക് അകത്തു നിന്നുൾപ്പെടെ ഉയർന്നു വന്ന കടുത്ത അഭിപ്രായ വ്യത്യാസമാണ് രാജേഷിനെ പോലെയുള്ളവർക്ക് ഇങ്ങനെ പരസ്യമായി വന്ന് ഇങ്ങനെ ഒരു നിലപാടെടുക്കാൻ കാരണമായിട്ടുള്ളത്. ഇത് പിണറായി വിജയൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയായി കാണാൻ വേണ്ടി പറ്റില്ല.
പിണറായി വിജയൻ ഇന്ന് നമ്മുടെ രാജ്യത്ത് ജനാധിപത്യവും മതനിരപേക്ഷതയും സംരക്ഷിക്കപ്പെടണമെന്ന് ഉയരുന്ന ശബ്ദത്തിൻ്റെ പ്രതീകമാണ്. നിരവധി സംഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനവും എടുക്കുന്ന നിലപാടുകൾ രാജ്യത്തിൻ്റെ മതനിരപേക്ഷത സംരക്ഷിക്കുവാനും ജനാധിപത്യം നിലനിൽക്കുവാനുമുള്ള കരുത്താണ്. ആ ഒരു കരുത്തിൻ്റെ, ആ ഒരു പ്രതിരോധത്തിൻ്റെ പ്രതീകമായ ഒരു വ്യക്തി, ഒരു മുഖ്യമന്ത്രി, ഒരു ഭരണാധികാരി മറ്റ് സംസ്ഥാനങ്ങളിൽ പോകുമ്പോൾ ഇവർ കാണിച്ചിരുന്ന അസഹിഷ്ണുത നമ്മുടെ മുമ്പിലുണ്ട്. ഇതേ മധ്യപ്രദേശിലെ ഭോപ്പാലിലുണ്ട്, മംഗലാപുരത്ത് ഇവർ കാണിച്ചിരുന്ന അസഹിഷ്ണുത നമ്മുടെ മുമ്പിലുണ്ട്. ഇങ്ങനെയുള്ള അസഹിഷ്ണുതയിൽ കേരളത്തിലെ BJP നേതാക്കന്മാരെടുത്ത പ്രസ്താവനകളിൽ നിന്നും പിറകോട്ട് പോകേണ്ടി വന്നു. കാരണം ജനങ്ങൾ ശക്തമായി ഇതിനെ എതിർത്തു. അപ്പൊ ഈ നിലപാടുകളെ എതിർക്കുന്നത് CPIM എന്ന് പറയുന്ന പിണറായി വിജയൻ പ്രദാനം ചെയ്യുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിലുള്ളവർ മാത്രമല്ല, ഇടതുപക്ഷ പ്രസ്ഥാനത്തിലുള്ളവർ മാത്രമല്ല, ഇന്ത്യയിൽ ജനാധിപത്യം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ ശക്തമായ പ്രതിഷേധം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നു. അത് ഉയർന്നു വന്നത് കൊണ്ട് തന്നെയാണ് കേരളത്തിലെ ചില BJPയുടെ നേതാക്കന്മാർ, രാജേഷ് ഉൾപ്പെടെയുള്ളവർ കൃത്യമായൊരു നിലപാട് പറയാത്തത്. അങ്ങനെയാണെങ്കിൽ എന്തായിരുന്നു ഇതിൽ ചെയ്യേണ്ടിയിരുന്നത്? ഈ നിമിഷം വരെ കേസെടുക്കാൻ തയ്യാറായിട്ടില്ല. ഈ നിമിഷം വരെ ശക്തമായി ഇതിനെ തള്ളിപ്പറയാൻ തയ്യാറായിട്ടില്ല. മധ്യപ്രദേശിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ പ്രസ്താവന രാജേഷിന്റെ ശ്രദ്ധയിൽപ്പെട്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ നേരത്തെ ഒരു ചാനലിൽ സ്ക്രോൾ ചെയ്തു പോകുന്നത് കണ്ടു. അദ്ദേഹം പോലും പരസ്യമായി ഈ വ്യക്തിയെ തള്ളിപ്പറയാൻ വേണ്ടി തയ്യാറായിട്ടില്ല. ഈ പൊതുയോഗത്തിലെ എന്തെങ്കിലും ഒരു വികാര പ്രകടനമാണെന്ന് രാജേഷ് ഇവിടെ പറഞ്ഞു, അല്ലെങ്കിൽ ഔദ്യോഗികമായ ഒരു പരിപാടിയല്ല എന്ന് പറഞ്ഞു. ഔദ്യോഗികമല്ലാത്ത BJPയുടെ ഒരു പരിപാടിയിൽ എങ്ങനെയാണ് BJPയുടെ ഒരു MP, BJPയുടെ MLA-മാർ, ഇദ്ദേഹം ഒക്കെ ഒരുമിച്ച് പങ്കെടുക്കുന്നത്? അപ്പൊ ഇത് ഔദ്യോഗികമായ പരിപാടിയാണ്. ഇനി ഈ പരിപാടിയിൽ അറിയാതെ പറഞ്ഞാണെങ്കിൽ പോട്ടെ, അത് കഴിഞ്ഞ് നാഷണൽ ചാനലുകൾ ഇദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്തു. ആ ഇന്റർവ്യൂ ഞാൻ കണ്ടു, ഇപ്പോൾ വാട്സപ്പിലൂടെ പോകുന്നുണ്ട്. പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുകയാണ്, പറഞ്ഞതിൽ അടിയുറച്ച് നിൽക്കുന്ന സമീപനം വരുന്നു. ഇത് RSS എന്താണ് എന്ന്, RSSന്റെ യഥാർത്ഥ മുഖം എന്തെന്ന് നാട് തിരിച്ചറിയുന്നതിന്റെ ഭാഗമായി തന്നെ നമുക്ക് ഈ വിഷയത്തെ കാണണം. RSS ജനാധിപത്യത്തെ അംഗീകരിക്കുന്നില്ല. RSS മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അവരുടെ നേതാക്കന്മാർ ഉൾപ്പെടെ ഉയർത്തുന്ന ശബ്ദത്തെ സഹിഷ്ണുതയോട് കൂടി കാണുന്നില്ല. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ വിഷയത്തെ കാണേണ്ടത്. ഇത് വളരെ ഗൗരവത്തോടു കൂടിയുള്ള വിഷയമാണ്. ഈ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ വളരെയേറെ ക്ഷമയോടുകൂടി പറയാൻ വേണ്ടി ഞാൻ ബുദ്ധിമുട്ടുകയാണ് രാജേഷെ. വളരെ ബുദ്ധിമുട്ടി ക്ഷമയോടുകൂടി ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ ഞാൻ ശ്രമിക്കുന്നു. ഇത് നിങ്ങൾ ചെയ്യുന്നത് എന്തൊക്കെ പറഞ്ഞാലും അപകടകരമാണ്. പിന്നെ ഇതിന്റെ ഭാഗമായി ഭയപ്പെടുന്ന ആളല്ല പിണറായി വിജയനും കമ്മ്യൂണിസ്റ്റുകാരും. അത് വെടിക്കെട്ട് നടത്തുന്നവരെ ഒടുക്കുകൊട്ടി പേടിപ്പിക്കാൻ ആരും ഇവിടെ ശ്രമിക്കേണ്ടതില്ല. അനുഭവങ്ങളിൽ നിന്ന് നമുക്കൊക്കെ അറിയാം. പക്ഷേ ഇത് ഭയത്തിൻ്റെയോ ധീരതയോടെയോ പ്രശ്നമല്ല. ധീരത എന്ന് പറഞ്ഞാൽ ഒരാളുടെ ജീവൻ എടുക്കലല്ല. ധീരത എന്ന് പറഞ്ഞ ഒരു നാടിന് വേണ്ടി ജീവൻ നൽകാൻ ഒരു നാടിന് വേണ്ടി തല. ഇതാണ് പ്രധാനപ്പെട്ട കാര്യം. നിങ്ങളിപ്പോൾ ചില നേതാക്കൾ ചാനലുകളിൽ ഈ കാര്യങ്ങൾ ചർച്ചയാകുമ്പോൾ വന്ന് RSSന്റെ നേതാവ് ഇത് തള്ളിക്കളഞ്ഞല്ലോ, BJP ഇതിനെ കൊള്ളുന്നില്ല എന്നൊക്കെ പറഞ്ഞതുകൊണ്ടായില്ല. എന്താണ് പ്രവൃത്തി നിങ്ങളുടെ സർക്കാരുകൾക്ക് ചെയ്യാൻ കഴിഞ്ഞത് ഇതിനകം എന്നതാണ്. മംഗലാപുരത്ത് സിദ്ധാരാമയ്യയുടെ സർക്കാർ എന്ത് നിലപാടെടുത്തു എന്ന് നമ്മൾ കണ്ടതാണ്. പിണറായി വിജയന് ആ മംഗലാപുരത്ത് കർണാടക ഭൂമിയിൽ സംസാരിക്കാൻ സാധിച്ചു. നിങ്ങളുടെ നേതാക്കൾ കാലുകുത്താൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞിടത്ത് ഭോപ്പാലിൽ അനുവദിക്കാത്ത ഇടത്താണ് ഇപ്പോൾ ഈ രീതിയിലുള്ള പ്രസംഗം ഉണ്ടായിരിക്കുന്നത്. ഇപ്പോഴും അദ്ദേഹം ഉറച്ചു നിൽക്കുന്നു, മാധ്യമങ്ങളോട് അതേ ആവേശത്തോടു കൂടി പറയുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് നടപടിയെടുത്തു ഇയാൾക്കെതിരെ? ഇതിൽ ചില കാര്യങ്ങൾ കുറച്ച് 90% റിയാസ് വളച്ചൊടിക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തുകയാണ്. റിയാസ്, ഞാനും വളരെ സമാധാനപരമായിട്ട് സൗമ്യമായിട്ടും തന്നെയാണ് ഞാനും ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ നമ്മൾ ഇതിൻ്റെ ഈ ഒരു ഒറ്റപ്പെട്ട സംഭവത്തിൻ്റെ, ഞാൻ ന്യായീകരിച്ചല്ല ഒരിക്കലും സംസാരിക്കുന്നത്, ഈ ഒറ്റപ്പെട്ട സംഭവത്തിൻ്റെ ചൂട് പിടിച്ചുകൊണ്ട് നമ്മളതിനെ ജനറലൈസ് ചെയ്ത് ഇന്ത്യയിൽ നടന്ന പല പ്രതിഷേധ പരിപാടികളുമായിട്ടൊക്കെ കണക്ട് ചെയ്ത് അങ്ങനെ ഒരു ചിത്രത്തിലേക്ക് കൊണ്ടുപോകരുത്. മംഗലാപുരത്ത്, ഞാൻ മംഗലാപുരം താങ്കൾ സ്പർശിച്ചുകൊണ്ട് പറയാം, മംഗലാപുരത്ത് കേരള മുഖ്യമന്ത്രിയുടെ പരിപാടിയെ തടസ്സപ്പെടുത്തുവാൻ വേണ്ടി ജനാധിപത്യപരമായിട്ട് പ്രതിഷേധിക്കുന്നതിലപ്പുറം ഞങ്ങളുടെ ഏതെങ്കിലും ഒരു സംഘടനയുടെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതിഷേധമുണ്ടായോ? നരേന്ദ്രമോദി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ കേരളത്തിൽ വന്നപ്പോൾ ഇത്തരത്തിലുള്ള ജനാധിപത്യപരമായിട്ടുള്ള പ്രതിഷേധങ്ങൾ നിങ്ങൾ നടത്തിയില്ലേ? നിങ്ങൾ അവിടെ അദ്ദേഹം ഗോ ബാക്ക് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ആ പ്രദേശത്തൊക്കെ ഹർത്താൽ നടക്കി. ഇതേ പിണറായി വിജയൻ തന്നെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ DYFIയുടെ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട്
ആ പരിപാടിക്ക് ആവേശം പകർന്നു. അതുപോലെ തന്നെ മംഗലാപുരത്ത് ഞങ്ങൾക്ക് കുറച്ച് കൂടുതൽ ശക്തി ഉള്ളതുകൊണ്ട് ഞങ്ങൾ ആഹ്വാനം കൊടുത്തു, ജനങ്ങൾ അവിടെ ഹർത്താലിനോട് സഹകരിച്ചു. അതിലപ്പുറം ശ്രീ പിണറായി വിജയൻ്റെ ജാഥയുടെ നേർക്കോ പ്രകടനത്തിന് നേർക്കോ പ്രസംഗത്തിന് നേർക്കോ ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനപരമായ ഒരു പ്രവർത്തനം ഞങ്ങളുടെ ഭാഗത്തുണ്ടായ ജനാധിപത്യപരമായിട്ട് അദ്ദേഹത്തിൻ്റെ ശൈലിയോടും രാഷ്ട്രീയ നയങ്ങളോടും ഞങ്ങൾക്ക് എതിർപ്പുണ്ട്. ഞങ്ങളത് പ്രതിഷേധിക്കും. നമ്പർ 1. വേറൊന്ന്, ആ രാഷ്ട്രീയ സ്വയംസേവക സംഘം RSS എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും പത്രസമ്മേളനം നടത്തുകയോ അതിൽ പ്രസ്താവന നടത്തുകയോ എന്ന പ്രസ്ഥാനമല്ല. ഇന്ന് RSSൻ്റെ വളരെ കൃത്യമായി മലയാളി കൂടിയായിട്ടുള്ള കേരളത്തിൻ്റെ ഉൾപ്പെടെ പൾസറിയാവുന്ന കണ്ണൂർ ജില്ലയിൽ ഉൾപ്പെടെ പ്രവർത്തിച്ചിട്ടുള്ള സംഘത്തിൻ്റെ മുതിർന്ന പ്രചാരകൻ, RSSൻ്റെ സഹപ്രചാര പ്രമുഖ, അഖിലേന്ത്യാ തലത്തിൽ തന്നെ ചുരുക്കം ചിലരാണ് കേരളത്തിൽ നിന്ന് ചുമതലയിൽ ദേശീയ തലത്തിലെത്തുന്നത്. അദ്ദേഹം ഈ സ്റ്റേറ്റ്മെൻറ്റ് വന്ന ഉടൻ തന്നെ ഞാനൊക്കെ അദ്ദേഹത്തെ വൈകുന്നേരം ഫോൺ ചെയ്യുമ്പോഴേക്കും അദ്ദേഹം വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു, രാജേഷ് എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പോയി കഴിഞ്ഞു. ആ സ്റ്റേറ്റ്മെന്റ് എല്ലാ ചാനലിൽ പോയി. ഇടപെടേണ്ടതുണ്ട്. അത് നേരത്തെ ഞാൻ അങ്ങ് നേരത്തെ പറഞ്ഞതാണ്. RSSന്റെ നേതാവ് തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള പ്രതികരണം വന്നു കഴിഞ്ഞു. എന്ത് നടപടിയെടുത്തു ഈ പറഞ്ഞ കുന്ദൻ ചന്ദ്രാവത്ത്? ഇപ്പോഴും അതിൽ ഉറച്ചു നിൽക്കുന്നു. എന്തെങ്കിലും ഒരു നടപടി നിങ്ങളുടെ പാർട്ടി? എനിക്ക് സ്വസ്ഥമായിട്ട് കാര്യങ്ങൾ, കാരണം ഇതിൽ ഞങ്ങളുടെ സംഘടനയെ ഡിഫൻസീവിൽ നിർത്താൻ, ഇത് ഒറ്റപ്പെട്ട ഒരാളുടെ സ്റ്റേറ്റ്മെന്റ് ഡിഫൻസീവിൽ നിർത്താനുള്ള ശ്രമം നടത്തുന്നുണ്ട്. ദയവ് ചെയ്ത് ഈ ദിവസമെങ്കിലും ലാല് അതിന് എൻ്റെ ഭാഗം ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി അവസരം തരണം. അല്ല എന്നുണ്ടെങ്കിൽ പറയുന്ന തെറ്റായ വിവരങ്ങൾ മാത്രമേ എയറിലുണ്ടാവുകയുള്ളൂ. ഒരു കാര്യം, RSSന്റെ ദേശീയ നേതൃത്വം സംഘടനയുമായി ഉണ്ടെന്ന് തന്നെ പറയാൻ മടിക്കാത്ത സംഘടനയിലെ RSS പറഞ്ഞ സ്ഥിതിക്ക് ഇനി സംഘടനയുമായി കണക്ട് ചെയ്തിട്ട് ഈ വിഷയം സംസാരിക്കും. എന്ത് നടപടി എടുത്തു എന്നുള്ളതാണ് ചോദ്യം. വരട്ടെ, തീർച്ചയായും സംഘടനയുമായി ബന്ധമില്ലാത്ത ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, സംഘടനയുടെ പേരിൽ പറഞ്ഞു കഴിഞ്ഞാൽ RSSന് അറിയാം എത്രയോ കൊല്ലം കൊണ്ട് പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ്. ആ സംഘടനയ്ക്ക് നടപടികൾ സ്വീകരിക്കാൻ. വേറൊന്ന്, മധ്യപ്രദേശ് ഹോം മിനിസ്റ്റർ ഇദ്ദേഹത്തെ തള്ളിപ്പറയാൻ തയ്യാറായില്ല എന്ന് പറയുന്നു. എൻ്റെ റിയാസ്, അദ്ദേഹം BJP പ്രവർത്തകനല്ല. BJP അദ്ദേഹത്തിന് ചുമതലയില്ല. ഇല്ലാത്തൊരു വ്യക്തിയെക്കുറിച്ചും BJP ഇല്ലാത്തൊരു വ്യക്തിയെക്കുറിച്ച് മധ്യപ്രദേശ് ആഭ്യന്തരമന്ത്രിക്ക് മന്ത്രി ഒരു നടപടി എടുക്കുകയോ ഒരു തള്ളിപ്പറച്ചിൽ നടത്തുകയോ ചെയ്യേണ്ടത് BJP-ക്കാരെ കുറിച്ച് മാത്രമല്ല, അവിടെ ക്രമസമാധാന നില വിട്ടുകൊണ്ട് ആരൊക്കെ സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്നുണ്ടോ അവർക്കെതിരെ നടപടിയെടുക്കണം. അത് ആ മന്ത്രി കാണിച്ചിട്ടില്ലെങ്കിൽ അത് എന്ത് സന്ദേശമാണ്? ആ ധൈര്യമാണ് ഈ ഡോക്ടർ കുന്ദൻ ചന്ദ്രാവത്തിനെ കൊണ്ട് ഇത് വീണ്ടും അല്ലല്ല, ലാൽ എൻ്റെ അവസരങ്ങൾ നിഷേധിച്ചുകൊണ്ട് ലാൽ അഗ്രസീവായി കയറി പോകാനാണ് ഉദ്ദേശിക്കുന്നത്. ഇത് ആരോഗ്യപരമായ ചർച്ചയല്ല. ഇത് എനിക്ക് റിയാസ് പറഞ്ഞ മുഴുവൻ കാര്യങ്ങൾക്കും ലാൽ ചോദിച്ച ചോദ്യങ്ങൾക്കും എനിക്ക് ഉത്തരം തരണം. അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ മറുപടി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി മധ്യപ്രദേശ് ആഭ്യന്തരമന്ത്രി ഇതിൽ അവിടുത്തെ ഹോം ഡിപ്പാർട്ട്മെന്റ് എന്ത് നടപടിയെടുത്തു എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഈ വിഷയങ്ങൾ ഇന്ന് ഉച്ച മുതലാണ് ഇന്ത്യയിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നത്. ഇത്തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് വരുമ്പോഴേക്കും തീർച്ചയായും ഞാൻ മനസ്സിലാക്കുന്നു മധ്യപ്രദേശ് ഗവൺമെന്റ് നിയമപരമായി സ്വീകരിക്കേണ്ട നടപടികൾ മധ്യപ്രദേശ് ഗവൺമെന്റ് സ്വീകരിക്കും. അതിന് സ്വാഭാവികമായിട്ട് കേരളത്തിൽ ഇപ്പോൾ മംഗലാപുരത്ത് സുരേന്ദ്രൻ്റെ ഒരു പ്രസംഗം നടന്നു. മുഖ്യമന്ത്രി നിയമസഭയിൽ എന്തൊക്കെ പറഞ്ഞു. പക്ഷേ അതിൻ്റെതായ രീതിയുണ്ട്. കർണാടക ഗവൺമെന്റ്, കേരള ഗവൺമെന്റ് സംസാരിക്കുന്നുണ്ട്. ഞാൻ മുമ്പ് ഒരു പ്രസംഗം നടത്തിയിട്ടുണ്ട് കായംകുളത്ത്. ഗവൺമെൻറ് പരിശോധിച്ച് 1-2 ആഴ്ച കഴിഞ്ഞതിന് ശേഷമാണ് ഗവൺമെൻറ് പോലീസ് പറഞ്ഞത് അതിൽ നിയമപരമായിട്ട് കേസെടുക്കുവാനുള്ള സാധ്യതയില്ല. അതുപോലെ തന്നെ തീർച്ചയായിട്ടും പരിശോധിച്ചിട്ട് നിയമപരമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മധ്യപ്രദേശ് ഗവൺമെൻറ് നടപടി സ്വീകരിക്കും. അതിനു മുമ്പ് തന്നെ ഒരൊറ്റപ്പെട്ട സ്റ്റേറ്റ്മെന്റ് എടുത്തുകൊണ്ട് ഈ രാജ്യം ഭരിക്കുന്ന ഒരു പ്രസ്ഥാനത്തെ മുഴുവനും കളങ്കിതപ്പെടുത്താൻ വേണ്ടി ഞങ്ങൾ പ്രസംഗിച്ചിട്ട് എത്ര ദിവസമായി ശ്രീരാജ്? അതെ, ഞങ്ങൾ ഈ സ്റ്റേറ്റ്മെന്റിനെ ഞങ്ങളോ ഞങ്ങളുടെ ഒരു സംഘടനയോ ന്യായീകരിക്കുന്നില്ല. അങ്ങനെ പറഞ്ഞ് ഈ വിഷയത്തിൽ അദ്ദേഹത്തിന് ഇന്ന് വൈകുന്നേരം ശ്രീ വി മുരളീധരൻ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് ഞാൻ അങ്ങേ ഒന്ന് അറിയിക്കാം. ശ്രീ കെ സുരേന്ദ്രൻ മംഗലാപുരത്ത് നടത്തിയിരിക്കുന്ന പ്രസംഗം ശരിയാണ്, വസ്തുതകൾ ആണ് പറഞ്ഞിരിക്കുന്നത് എന്നാണ്. അല്ല, ഞാൻ മുരളിയുടെ സ്റ്റേറ്റ്മെൻറ്റ് കേട്ടിട്ടില്ല. ശ്രീ കെ സുരേന്ദ്രൻ പറഞ്ഞ കാര്യങ്ങൾ, കെ സുരേന്ദ്രൻ പറഞ്ഞതിൽ ജനാധിപത്യ വിരുദ്ധം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പരിശോധിച്ചോളൂ. കെ സുരേന്ദ്രൻ പറഞ്ഞല്ലോ, ഈ സമയം ഇപ്പോൾ ഞങ്ങൾ യാതൊരു കാരണവശാലും ഞങ്ങൾ അക്രമത്തിന് മുതിരുന്നില്ല, ഞങ്ങൾ കൊലപാതകത്തിന് മുതിരില്ല, ഞങ്ങൾക്ക് 15% വോട്ടുണ്ട്, ഞങ്ങൾ കേരളം ഭരിക്കുവാൻ വേണ്ടി ഞങ്ങളെ തിരഞ്ഞെടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ജനാധിപത്യത്തിൽ മടക്കുകയില്ല, ഞങ്ങൾ ശക്തമായിട്ട് നിങ്ങളുടെ കോട്ടകളിലേക്ക് ജനാധിപത്യപരമായിട്ട് കടന്നു വരും എന്നല്ലേ കെ സുരേന്ദ്രൻ പറഞ്ഞത്. ശ്രീ മുഹമ്മദ് റിയാസ്, വി രാജേഷ് ഇതിനകം പറയാൻ ശ്രമിക്കുന്നതെല്ലാം ഇത് ഒറ്റപ്പെട്ട സംഭവമാണ്, ഇതിനെ വലിയ പ്രകോപനപരമായ ഒരു വലിയ ഗൂഢാലോചനയുടെ ഭാഗമായി ചർച്ച ചെയ്ത് വെക്കുന്നുണ്ട് എന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു അവതരണം. എങ്ങനെ കാണുന്നു ഈ വിവിധ പ്രസ്താവനകളെയും ഈ സംഭവം തന്നെ നടന്നതിന് ശേഷമുള്ള നടപടികളെയും ഒക്കെ കാണുമ്പോൾ ഇത് ഒറ്റപ്പെട്ട സംഭവമായി കാണാൻ സാധിക്കുന്നതാണോ? ഒന്ന്, വി രാജേഷ് അദ്ദേഹം നടത്തിയ പ്രസംഗമായിട്ടാണ് ഇതിനെ താരതമ്യം ചെയ്യുന്നത്. അദ്ദേഹം നടത്തിയ പ്രസംഗം പോലെ ഒരു വിഷയമല്ല ഈ വിഷയം.
ഈ വിഷയം അതിൽ നിന്നും വളരെ ഗൗരവമേറിയതാണ്. ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അമരക്കാരനെ കൊലപ്പെടുത്തുവാനുള്ള ആഹ്വാനവും അതിൻ്റെ പാരിതോഷികം പ്രഖ്യാപിക്കലുമാണ്. അത് ചെറിയ കാര്യമല്ല. അങ്ങനെയുള്ളൊരു കാര്യത്തിന് മറ്റ് പ്രകോപന വിഷയങ്ങളിൽ കേസെടുക്കുന്നത് പോലെ 2 ആഴ്ചയോ 3 ആഴ്ചയോ 1 മാസമോ കഴിഞ്ഞ് കേസെടുക്കേണ്ട ഒരു വിഷയമല്ല. സഡനായി ആക്ട് ചെയ്യേണ്ട ഒരു വിഷയമാണ്. അങ്ങനെ സഡനായി ആക്ട് ചെയ്യാനുള്ള ഉത്തരവാദിത്വം സംസ്ഥാന ഗവൺമെൻറ്റിനുണ്ട്. സഡൻ ആക്ട് ചെയ്യേണ്ടതിൻ്റെ സമയം അരമണിക്കൂറോ 1 മണിക്കൂറോ ധാരാളമാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് പോകുന്നത് തന്നെ പ്രശ്നമാണ്. ഇവിടെ മധ്യപ്രദേശിലെ ഗവൺമെൻറ് അങ്ങനെ സഡൻ ആക്ഷന് തയ്യാറായിട്ടില്ല. മധ്യപ്രദേശിലെ ഗവൺമെൻറ് സഡൻ ആക്ഷന് തയ്യാറാകാത്തതിൻ്റെ കാരണം മധ്യപ്രദേശിലെ ഗവൺമെൻറ്റിനെ കൊണ്ട് ഇനി ഗവൺമെൻറ് ആഗ്രഹിച്ചാൽ പോലും ഇങ്ങനെ ഒരു കേസ് എടുപ്പിക്കാൻ RSS ഉൾപ്പെടെയുള്ളവർ സമ്മതിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് പ്രശ്നം. ഇനി അത് പോകട്ടെ, ഒരു സംസ്ഥാന ഗവൺമെൻറ് അതിന് തയ്യാറായിട്ടില്ലെങ്കിൽ മറ്റൊരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രിക്കെതിരെ വേറൊരു സംസ്ഥാനത്ത് നിന്ന് ഇങ്ങനെ ഒരു പ്രസംഗം നടത്തുമ്പോൾ അതിലിടപെടാൻ കേന്ദ്ര ഗവൺമെൻറ്റിന് ഉത്തരവാദിത്തമുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് അങ്ങനെ ഇടപെടാൻ 1 ദിവസമോ 2 ദിവസമോ ഒന്നും വേണ്ട, ഒരു 2 മണിക്കൂർ ധാരാളമാണ് രാജേഷേ. ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ട് 2 മണിക്കൂറല്ല, അതിലേറെ സമയമായി. കേന്ദ്ര ഗവൺമെൻറ് എന്തുകൊണ്ട് ഇടപെട്ടില്ല? ഉത്തരവാദിത്തപ്പെട്ട ഭരണാധികാരികൾ ഈ രാജ്യത്തുള്ളവർ ഒരു ഫെഡറൽ സംവിധാന തത്വങ്ങളുള്ള ഒരു രാജ്യത്തെ ഒരു സംസ്ഥാന മുഖ്യമന്ത്രിക്കെതിരെ മറ്റൊരു സംസ്ഥാനത്ത് നടത്തിയ വധഭീഷണിക്കെതിരെ ആ സംസ്ഥാനത്തെ ഗവൺമെൻറ് നിലപാടെടുക്കാത്തതിൻ്റെ ഭാഗമായി മൗനം പാലിക്കുന്നത് എന്തുകൊണ്ട്? അപ്പോൾ അവിടെയും രാഷ്ട്രീയ നേതൃത്വത്തിന് ഇത് കേസെടുപ്പിക്കാൻ ആഗ്രഹമില്ല. രാജേഷ് നെഞ്ചത്ത് കൈവച്ച് പറയുമോ ഈ പ്രസംഗിച്ചയാളെ ജയിലിലടക്കണം എന്ന് രാജേഷിന് ഈ ചാനൽ ചർച്ച പറയാൻ പറ്റുമോ? രാജേഷ് പറയട്ടെ, ഈ പ്രസംഗിച്ചയാളെ ജയിലിലടക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം എന്ന് രാജേഷ് ഈ ചാനൽ ചർച്ച പറയട്ടെ. 1. രണ്ടാമത്തത്, രാജേഷേ, ധീരത എന്ന് പറഞ്ഞാൽ ജീവൻ എടുക്കലല്ല, ധീരത എന്ന് പറഞ്ഞാൽ ജീവൻ നൽകാൻ തയ്യാറാകല. തല എടുത്തോളൂ എന്ന് പറഞ്ഞ് തിന്മക്കെതിരെ പടപെടുന്നവരാ കമ്മ്യൂണിസ്റ്റുകാർ. ഞങ്ങളുടെ തല പോകുമെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ പോരാടുന്നത്. തല എടുക്കലല്ല ധീരത, തല നൽകാൻ തയ്യാറാകലാണ്. അങ്ങനെ തല ഉൾപ്പെടെ ജീവൻ ഉൾപ്പെടെ നൽകാൻ തയ്യാറായുള്ള ആളാണ് പിണറായി വിജയൻ. ജീവൻ ഉൾപ്പെടെ നൽകാൻ തയ്യാറായിട്ടുള്ളവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. അപ്പൊ ഞങ്ങൾ അങ്ങനെ ഭയപ്പെടുത്തി നിങ്ങളോട് പോണ്ട. വെടിക്കെട്ടുകാരെ ഉടുക്ക് കൊട്ടി പേടിപ്പിക്കാൻ ആരും തയ്യാറാക്കണ്ട. ഇത് ഭയത്തിന്റെയോ ധീരതയുടെയോ പ്രശ്നമല്ല, ഇത് ജനാധിപത്യത്തിന്റെ പ്രശ്നമാണ്. ഇത് ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷതയ്ക്ക് വേണ്ടി ശബ്ദമുയർത്തുന്നവരെ കശാപ്പ് ചെയ്യുന്ന പ്രശ്നമാണ്. ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രി മുതൽ ഒരു സാധാരണ പൗരന് വരെ ഈ രാജ്യത്ത് അവന്റെ നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വരുന്നു. ഇതാണ് പ്രശ്നം. ഈ പ്രശ്നത്തിന് പരിഹാരം കാണേണ്ടതുണ്ട്. ശ്രീ VV രാജേഷ്, ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ഇപ്പോൾ മുഹമ്മദ് റിയാസ് ചൂണ്ടിക്കാട്ടിയ ഇടയ്ക്ക് പറഞ്ഞു പോയ ഒരു കാര്യമാണ്. പിണറായി വിജയൻ എന്ന CPM നേതാവിനെ കുറിച്ചുള്ള ഒരു പരാമർശത്തിലൂടെ വന്ന പ്രസംഗത്തിലെ വരികളല്ല ഇവിടെ ചർച്ചാ വിഷയം. ഇന്ത്യയിലെ ഈ ഫെഡറൽ സംവിധാനത്തിലെ ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെ, അത് ഏത് പാർട്ടിയുടെ ആളോ ആയിക്കൊള്ളട്ടെ, മറ്റൊരു സംസ്ഥാനത്ത് നിങ്ങളുടെ തന്നെ സംഘത്തിൽപ്പെടുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയൊരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് അയാൾ പറയുകയാണ്, ഈ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെ തല കൊയ്യുന്ന ആളിന് 1 കോടി രൂപ നൽകും എന്ന്. അതിന് നിങ്ങളൊരു സന്ദേശം നൽകിയില്ലെങ്കിൽ അത് കേവലം CPM BJP സംഘടനത്തിന്റെ തുടർച്ചയായിട്ടുള്ള ഏതെങ്കിലും ഒരു കഥ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാനാണ് നിങ്ങളുടെ പരിപാടിയെങ്കിൽ ഇതിന് വലിയ വില നിങ്ങൾക്ക് നൽകേണ്ടി വരും ജനാധിപത്യ ബോധമുള്ള മനസ്സുകൾക്ക് മുന്നിൽ. അല്ല, ഇവിടെ ഈ ചർച്ചയിലും വളരെ സൂക്ഷ്മമായ പ്രേക്ഷകർ ശ്രദ്ധിച്ചാൽ അറിയാം, ഞങ്ങളുടെ സംഘടനയ്ക്ക് ഒരു ബന്ധമില്ലെന്നും ഞങ്ങളുടെ സംഘടന തള്ളിക്കളഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റിനെ ആവർത്തിച്ച് പറഞ്ഞ് ലാൽ ഉറപ്പിക്കുകയാണ്. നിങ്ങളുടെ സംഘടന നടത്തിയ മുഖ്യമന്ത്രിയുടെ തലയെടുക്കുന്നുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് ലാൽ പറഞ്ഞ് RSSന്റെ ഒരു നേതാവാണ് ലാൽ റിയാസ് പറഞ്ഞപ്പോ ഇങ്ങനെ ഇടപെട്ടില്ലല്ലോ ലാല്. ഇന്നത്തെ ചോദ്യം രാജേഷിനോടാണ്. ചർച്ചയിൽ നിന്ന് വേണമെങ്കിൽ ഒഴിവാക്കാവുന്ന ഇന്നത്തെ ചോദ്യം താങ്കൾ ചോദിക്കേണ്ടത് രാജേഷിനോടാണ്. രാജേഷ്, ഞാൻ ചോദിക്കട്ടെ, ഇന്നത്തെ ചോദ്യം താങ്കൾ ചോദിക്കേണ്ട ഇടയ്ക്ക് കയറിയല്ല, ഞാൻ പറഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞതിന് ശേഷം ചോദ്യത്തിന് ഉത്തരം മാന്യമായി ഉത്തരം പറയാനുള്ള അവസരം ഞാൻ തരുന്നു. താങ്കൾ തടസ്സപ്പെടുത്തുന്നു. പറയുന്ന കുന്ദൻ ചന്ദ്രാവത്ത് RSSകാരനല്ലേ? ഞങ്ങളുടെ സംഘടനാ നിലപാട് പറഞ്ഞതോടുകൂടി താങ്കൾ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കാത്തോടെ തടസ്സപ്പെടുത്തിയാണ്. ചോദിക്കട്ടെ ശ്രീ രാജേഷ്, ഈ കുന്ദൻ ചന്ദ്രാവത്ത് RSSകാരനല്ലേ? അല്ല, ഇദ്ദേഹത്തിന്റെ സംഘടനാ ചുമതല ഞാൻ അന്വേഷിച്ച് നടന്നിട്ടില്ല. കാരണം ഞാൻ ചോദിച്ചത്
രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ നേതൃത്വവുമായി ഞാൻ ബന്ധപ്പെട്ടു. ഞാൻ ചോദിച്ചത് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നടന്നിട്ടുണ്ട്, എന്താണ് സംഘടനയ്ക്ക് ഇതിലുള്ള നിലപാട്, സംഘടനയുടെ ബന്ധം എന്താ? അപ്പോഴാണ് എന്നോട് പറഞ്ഞത് ആ സ്റ്റേറ്റ്മെന്റ് അയച്ചു പറഞ്ഞു, ഇതാണ് ഞങ്ങളുടെ സംഘടനാ ബന്ധം. അതിലപ്പുറം എനിക്ക് ഒന്നും ചിന്തിക്കേണ്ട കാര്യമാണെങ്കിൽ രാജേഷ് പറയേണ്ടത് എം പിയും എം എൽ എയും പങ്കെടുത്ത ഈ പരിപാടി ഇങ്ങനെ ഏതോ ഒരാൾ പറഞ്ഞതിനെ ഞങ്ങൾ അനുകൂലിക്കുന്നില്ല, ഇയാളെ ജയിലിൽ അടയ്ക്കുന്നതിൽ ഏറ്റെടുത്ത് പറയണം. അയാൾ അല്ല, ഈ റിയാസ് ചോദിക്കുന്നതിന് മറുപടി പറയാനൊന്നുമല്ല ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ഞാൻ എന്റെ സംഘടനയുടെ നിലപാട് പറയാം. അയാൾ പറഞ്ഞത് നിയമപരമായിട്ട് അയാൾ പറഞ്ഞ കാര്യത്തിൽ ഏതൊക്കെ ഒഫൻസ് അട്രാക്ട് ചെയ്യും അവിടുത്തെ ഗവൺമെന്റുകൾ നടപടി സ്വീകരിക്കും. അതിന് സ്വീകരിക്കണമെന്ന് ഞാൻ അത് കണ്ടു അന്വേഷിക്കേണ്ട അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥരാണ്. പറഞ്ഞ വാചകം വെച്ചുകൊണ്ട് പിണറായി വിജയന്റെ തല കൊയ്യാൻ ആർഎസ്എസിലെ ഒരു നേതാവ് 1 കോടി രൂപ കൊടുക്കാൻ തയ്യാറാണെങ്കിൽ ശ്രീ വി രാജേഷ് അതൊരു തെറ്റാണോ? എന്നെ നിങ്ങൾ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറാക്കി എന്നെ തളയ്ക്കാൻ വേണ്ടി നോക്കണ്ട. എനിക്ക് പറയാനുള്ളത് ഞങ്ങളുടെ സംഘടനയുമായിട്ട് ശൈലോ സി സ്റ്റേറ്റ്മെന്റോ ഒരു ബന്ധവുമില്ല. ഇനി വേറൊന്നുകൂടി ചോദിക്കട്ടെ, അല്ലെങ്കിൽ തടസ്സപ്പെടുത്തരുത്. ആ കാണിക്കുന്ന വിഷ്വൽസ് ഉണ്ടല്ലോ, അതിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഞങ്ങളുടെ RSSന്റെയോ BJPയുടെ പ്രോഗ്രാം ആണെന്നുള്ള ബാക്ക്ഗ്രൗണ്ടിലോ ബാനറിലോ നിങ്ങൾ പറയൂ ഒരു പരിപാടിയിൽ നേതാവ് MP, ഞാൻ ആളുടെ പേര് പറയാം, RSS നേതാവ് BJPയുടെ MP ചിന്താമണി മാളവിക, ഒപ്പം മോഹൻ യാദവ് MLA, ഇവർ രണ്ടുപേരും പങ്കെടുത്ത പരിപാടിയിലാണ് ഈ പറയുന്ന ഡോക്ടർ കുന്ദൻ ചന്ദ്രാവത്ത് ഈ പറയുന്ന പിണറായി വിജയൻ എന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ തല കൊയ്യുന്നതിന് 1 കോടി രൂപ എന്ന് ഇനാം പ്രഖ്യാപിച്ചത്. ആരോ ആയിക്കൊള്ളട്ടെ, നിങ്ങൾ ഈ തെറ്റിനെ അനുകൂലിക്കുന്നുണ്ടോ? അതാണ് എനിക്ക് അറിയേണ്ടത് ശ്രീ രാജേഷ്. അല്ല, താങ്കൾ എനിക്ക് മാന്യമായിട്ടുള്ള സമയം തന്നാൽ മാത്രമല്ല, അല്ല താങ്കൾ തടസ്സപ്പെടുത്തി ഇടയ്ക്ക് കയറി കഴിഞ്ഞാൽ എനിക്ക് പറയുള്ളൂ. ഞാൻ അങ്ങനെയാണെന്നുള്ള ദേവി തന്നെ പോകാൻ അനുവദിക്കണം. പിന്നെ ഞാൻ വേറൊരാളിനോട് ചോദിക്കട്ടെ, ഈ റിയാസ് CPMന്റെ MPമാർ CPMന്റെ പരിപാടികളിൽ മാത്രമേ പങ്കെടുക്കാറുള്ളൂ. ഒരു MP ലാലിന് ഇടപെടാനുള്ള ഒരു വ്യഗ്രത ഉണ്ടാവും, ഇടപെടരുത്. ഒരു MPയും MLAയും ഒക്കെ ആ നാട്ടിൽ വിളിക്കുന്ന പൊതുവായിട്ടുള്ള എല്ലാ പരിപാടികളിലും പങ്കെടുക്കും. അതിൽ പ്രസംഗിക്കാൻ വരുന്ന മറ്റൊരു വ്യക്തി എന്താണ് അടുത്ത മണിക്കൂറിൽ പ്രസംഗിക്കാൻ പോകുന്നത്, അദ്ദേഹത്തിന്റെ നാവിൽ നിന്ന് എന്ത് വരും നമുക്ക് ഊഹിച്ചൊന്നും ഇരിക്കാൻ സാധിക്കില്ല. ഒരു വ്യക്തി പറഞ്ഞു പോയി, അതിനെ ഞങ്ങൾ ഇതായപ്പോൾ ഇത് കൈരളിൽ തന്നെ സ്ക്രോൾ വരുന്നത് BJPയുടെ കേരള ഘടകം ഇതിനെ തള്ളിപ്പറഞ്ഞിരിക്കും, ഇതുമായി ബന്ധമില്ല എന്ന് പറയുന്നു. RSSന്റെ ദേശീയ നേതാവ് പറയുന്നു. അതിലപ്പുറം വീണ്ടും ഒരു സംഘടന ഇങ്ങനെ വിചാരണ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ വേർന്നു നോക്കിയിട്ട് റിയാസെ, ഇവിടെ VS അച്യുതാനന്ദൻ കേരളം ഭരിച്ചിരുന്നപ്പോഴേക്കും നരേന്ദ്രമോദിയെ കൊലപ്പെടുത്തുമെന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ എല്ലാ മണിക്കൂറിലും ഇവിടെ വരുമായിരുന്നല്ലോ ആഹ്വാനങ്ങൾ. നിങ്ങൾ എത്ര കേസെടുത്തു? അദ്ദേഹം എന്ത് മനുഷ്യനല്ലേ നരേന്ദ്രമോദി മനുഷ്യനല്ലേ? നിങ്ങൾ നരേന്ദ്രമോദിയെ കാലുകുത്തിക്കില്ലെന്ന് പറഞ്ഞല്ലോ, ആരിവിടെ കേസെടുത്തു? അദ്ദേഹത്തിന്റെ സഞ്ചാരത്തിന് തടസ്സപ്പെടുത്തുമെന്ന് റിയാസ് ഉൾപ്പെടെയുള്ള വെല്ലുവിളിച്ചില്ലേ? എത്ര കേസെടുത്തു? നേതാവാണ്, ഏത് CPM MPയും MLAയും കൂടി ഇരുന്ന വേദിയിലാണ് ആ നേതാവ് നരേന്ദ്രമോദിയുടെ തലയെടുക്കുന്നവർക്ക് ഇനാം പ്രഖ്യാപിച്ചത്? അങ്ങേക്ക് പറയാമോ? ഈ കാര്യവും അതും തമ്മിൽ തുല്യപ്പെടുത്താനാണോ അങ്ങയുടെ ശ്രമം? സോഷ്യൽ മീഡിയയിലൂടെ ഒരു മുഖ്യമന്ത്രിയെ കൊല്ലുമെന്ന് പറഞ്ഞുകൊണ്ട് അത് കഴിഞ്ഞിട്ട് വാർത്താ മാധ്യമങ്ങൾ കുന്ദൻ ചന്ദ്രാവത്ത് പറഞ്ഞത് ഞാൻ പറയാം. RSSകാരനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം മാധ്യമ പ്രവർത്തകരെ കണ്ടത്. ഞാൻ റിയാസ് ഇപ്പോൾ ആരോ അയച്ചു കൊടുക്കുന്ന തെറ്റായ മെസ്സേജുകൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. റിയാസ് ഒരു കാര്യം ശ്രദ്ധിക്കുക, നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയപ്പോഴേക്കും നരേന്ദ്രമോദി കേരളത്തിൽ കാല് കുത്തിയാൽ അദ്ദേഹത്തെ കൊന്നുകളയുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ BJPയുടെ വക്താവായിരുന്നപ്പോഴേക്കും ഇവിടെ മാന്നാറിൽ നിന്നും ആലപ്പുഴ ജില്ലയിലെ മാന്നാറിൽ നിന്ന് ഒരു ഭീഷണി കത്ത് വന്നു. ഞാൻ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി കൊടുത്തു. ഇന്ന് വരെ അയാളെ പ്രതിയെ കണ്ടുപിടിച്ചിട്ടില്ല. എന്തേ നരേന്ദ്രമോദിക്ക് മാന്നാറിൽ നിന്ന് വന്ന ഭീഷണി പിടിച്ചോ? മംഗലാപുരത്തെ എന്തുകൊണ്ട് കാര്യങ്ങൾ സംസാരിക്കുമ്പോഴും എല്ലാ വശവും കാണണം റിയാസെ. ഞങ്ങൾ തള്ളിപ്പറഞ്ഞു, ഞങ്ങളുമായി ഒരു ബന്ധവുമില്ല, ഞങ്ങളുടെ ശൈലിയല്ല ഇത്. പിന്നെ എന്തിനാ വീണ്ടും ഞങ്ങളുടെ മേക്കിട്ട് കയറുന്നത്? പറയാലോ, തള്ളിപ്പറയുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ടില്ല. രാജേഷ് പറഞ്ഞു എന്നെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ആക്കണ്ട. ഇതിലിപ്പോൾ ആരും ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ആകേണ്ടതില്ല. കണ്ണുള്ളവർക്ക്, കാഴ്ചശക്തി ഉള്ളവർക്ക്, കേൾവി ശക്തി ഉള്ളവർക്ക്, ഈ പ്രസംഗം കാണുകയോ കേൾക്കുകയോ ചെയ്യുന്നവർക്ക് ഇദ്ദേഹത്തെ ഉടനെ പിടിച്ച് കേസെടുത്ത് നോൺ ബെയിലബിൾ ഒഫൻസിന് ജയിലിലടക്കണമെന്ന് ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറും ആകേണ്ടതില്ല. ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകും. അങ്ങനെ മനസ്സിലാക്കുന്നതിന്റെ ഭാഗമായിട്ടായിരിക്കാം രാജേഷ് ഇത് പറഞ്ഞത്. ഞാൻ ആദ്യം കരുതി അങ്ങനെ മനസ്സിലാക്കിയതിന്റെ ഭാഗമായിട്ടാണ് രാജേഷ് പറഞ്ഞതെങ്കിൽ ഞാൻ പറയട്ടെ അങ്ങനെ ആണെങ്കിൽ ഇതിന് ഇത്ര സമയം കൊടുക്കരുത്. മറ്റു വിഷയം പോലെയല്ലല്ലോ. ഞാൻ അതിന്റെ സമയപരിധി കൂടി പറഞ്ഞല്ലോ.
ഗൗരവമേറിയ വിഷയം, ഞാൻ ആവർത്തിക്കുന്നില്ല. അതിലെടുക്കേണ്ട കേസ് എടുക്കേണ്ടതിന്റെ സമയം കഴിഞ്ഞു. ആ സമയത്ത് എടുത്തിട്ടില്ല. കേസ് എടുക്കണം, ഇയാളെ ജയിലിൽ അടക്കണമെന്ന് രാജേഷ് പറഞ്ഞിരുന്നെങ്കിൽ അതിനൊരു അന്തസ് ഉണ്ടായിരുന്നു. രാജേഷ് പറയാൻ തയ്യാറായിട്ടില്ല. 1. 2, ആരോ അയച്ച മെസ്സേജ് അല്ല രാജേഷ് ഞാൻ വായിച്ചത്. ഞാൻ വായിച്ചത് പ്രധാനപ്പെട്ട ഹിന്ദുസ്ഥാൻ ടൈംസ് എന്ന് പറയുന്ന ഈ രാജ്യത്ത് അറിയപ്പെടുന്ന പത്രത്തിന്റെ ഓൺലൈൻ വാർത്തയാണ്. ആ വാർത്തയിൽ ഈ വ്യക്തിയെക്കുറിച്ചും ഈ പരിപാടിയെക്കുറിച്ചും പറയുന്നുണ്ട്. രാജേഷ് പറഞ്ഞത് പ്രകാരമാണെങ്കിൽ കോൺഗ്രസിന്റെ ഒരു പരിപാടിയിൽ ചിലപ്പോൾ പങ്കെടുത്തതാകാം എന്നും വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പരിപാടിയിൽ പങ്കെടുത്ത് പറഞ്ഞതാകാം. ഇതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംഘടനകളുടെ പരിപാടിയിൽ പങ്കെടുത്തതാകാം. അപ്പൊ തിരിച്ച് ഞാൻ ചോദിച്ചു, പിന്നീട് ആങ്കർ എന്നുള്ള നിലയിൽ ലാൽ ചോദിച്ചു. ആങ്കർ എന്നുള്ള നിലയിൽ ലാൽ ചോദിച്ചില്ലെങ്കിലാണ് തെറ്റ്. ലാൽ ചോദിച്ചു, ചോദിക്കണം. ആ ചോദിച്ചതിന് നിങ്ങൾ ചോദ്യം ചെയ്തു, അത് എന്തും ആയിക്കോട്ടെ. ഇത് നിങ്ങളുടെ ഒരു MP-യും MLA-യും ഇതുപോലെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങളുടെ പരിപാടിയല്ലേ? അത് ഹിന്ദുസ്ഥാൻ ടൈംസ് പറയുന്നുണ്ട് രാജേഷെ, വേണമെങ്കിൽ രാജേഷിന് നോക്കാം. അദ്ദേഹം പറയുന്ന വളരെ ഇതൊരു ധർണയാണ്. ഈ ധർണ നിങ്ങളുടെ ഉത്തരവാദിത്തപ്പെട്ട സംഘടനയുടെ ധർണയാണ്. ഈ ധർണയിൽ പ്രസംഗിച്ച വ്യക്തി സർക്കാർ ഉദ്യോഗസ്ഥൻ കൂടിയാണ്. നിങ്ങൾ കാണണം. ഞാനൊന്ന് പറയട്ടെ രാജേഷ്, കേക്ക് ഞാൻ കേൾക്കൂ രാജേഷ്, ഇദ്ദേഹം വളരെ അതെ സംഘടന എന്ന് പറഞ്ഞാൽ ഞാനൊന്ന് പറയട്ടെ എന്റെ രാജേഷേ, എന്താണ് രാജേഷ് ഇവിടെ നേരത്തെ ലാൽ ഇടപെടുന്നതിനെ കുറിച്ച് പറഞ്ഞു. ആര ഉരുളെന്നൊക്കെ കണ്ടവർക്ക് അറിയാം. രാജേഷേ ഉരുളുക, അതെ ഞാനൊന്ന് പറയട്ടെ രാജേഷേ, ദയവ് ചെയ്ത് കൂടുതൽ മോശത്തിലേക്ക് പോവല്ലേ. ഞാനൊന്ന് പറയട്ടെ രാജേഷേ, പറയാൻ അനുവദിച്ചു. രാജേഷ് ലാൽ ഇടപെട്ടു എന്ന് പറഞ്ഞ് ശബ്ദം ഉയർത്തിയ ആളാണല്ലോ രാജേഷ്. രാജേഷ് ലാൽ ശബ്ദം ഉയർത്തിയ ആളാണല്ലോ. ഇത് വളരെ പറയട്ടെ രാജേഷേ, പറയട്ടെ. രാജേഷിന്റെ അവസ്ഥ ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അല്ല, എനിക്ക് എന്റെ അവസ്ഥ, രാജേഷിന്റെ ഒരു മാനസികാവസ്ഥയെ മനസ്സിലാക്കുന്നുണ്ട്. സംഘപരിവാറുമായി ബന്ധപ്പെട്ട പേര് പറയൂ. ഓർഗനൈസേഷൻ റിലേറ്റഡ് ടു സംഘപരിവാർ, സംഘപരിവാറുമായി ബന്ധപ്പെട്ട സംഘടന. ഇതിന്റെ അപ്പുറത്തേക്ക് ഇനി പോട്ടെ. ഹിന്ദുസ്ഥാൻ ടൈംസ് രാജേഷ് പറയാൻ അനുവദിക്കുന്നു. രാജേഷിനെ പോലെ സംഘടനയുടെ പേര് പറയാൻ വേണ്ടി താങ്കൾ രാജേഷിനെ പോലെ ഒരു നേതാവ് ഇങ്ങനെ ഓർഗനൈസേഷൻ റിലേറ്റഡ് ടു സംഘപരിവാർ, അങ്ങനെ ഒരു സംഘടനയില്ല. ഓർഗനൈസേഷൻ റിലേറ്റഡ് ടു സംഘപരിവാർ കണ്ടക്ടഡ് ധർണ. പറയട്ടെ വാട്ട് ഈസ് ദ നെയിം എന്ന് പറഞ്ഞാൽ ഹിന്ദുസ്ഥാൻ ടൈംസിൽ വിളിച്ചു ചോദിക്കും. നിങ്ങൾക്ക് സംഘടന ഉണ്ടല്ലോ, പറയാൻ അനുവദിക്കും രാജേഷ്. ഇതെന്തൊരു മോശമാണ്. അയ്യയ്യേ, ഇത് ആള് കാണില്ല. ഞാനൊന്ന് പറയട്ടെ, ജനങ്ങൾക്ക് മനസ്സിലായി. ഓർഗനൈസേഷൻ റിലേറ്റഡ് ടു സംഘപരിവാർ. ഞാനൊന്ന് പറയട്ടെ രാജേഷ്, പ്ലീസ്. നിങ്ങൾ പറഞ്ഞു വന്നിട്ട് എന്ത് വേണം പറഞ്ഞോ. ഓർഗനൈസേഷൻ റിലേറ്റഡ് ടു സംഘപരിവാർ. അപ്പൊ ഒരു സംഘപരിവാറുമായി ബന്ധപ്പെട്ട ഒരു സംഘടനയുടെ പരിപാടി ഇനിയല്ല, അത് കോൺഗ്രസിന്റെ പരിപാടിയാന്ന് കരുതൂ. അവിടെ നിങ്ങളുടെ MP, നിങ്ങളുടെ MLA, നിങ്ങളുടെ നേതാക്കന്മാരൊക്കെ വെറുതെ സ്റ്റേജിൽ പോയിരിക്കുവോ? വെറുതെ പോയിരിക്കില്ലല്ലോ. അപ്പൊ നിങ്ങളുമായി ബന്ധപ്പെട്ട പരിപാടി. അത് മാത്രമല്ല, ഈ വ്യക്തി ആരാ? ഈ വ്യക്തി ചില്ലറക്കാരനല്ല. ഞാൻ ഇപ്പോഴാണ് എനിക്ക് പുതിയ ഇൻഫർമേഷൻ കിട്ടുന്നത്. ഈ വ്യക്തി ഒരു സർക്കാർ ജീവനക്കാരൻ കൂടിയാ. ഈ വ്യക്തി അവിടുത്തെ RSSന്റെ പ്രചാർ പ്രമുഖാണ്. ഉജ്ജയിൻ മഹാർ നഗറിലെ പ്രചാർ പ്രമുഖ, ഏതെങ്കിലും വഴി പോകുന്ന ആളല്ല. ഇദ്ദേഹം BJP ഗവൺമെന്റിന്റെ, ഇദ്ദേഹം വളരെ കൃത്യമായി അവിടുത്തെ ഒരു സർക്കാർ ജീവനക്കാരൻ കൂടി. ഇദ്ദേഹത്തിന്റെ സർക്കാർ ജീവനക്കാരൻ എന്നുള്ള ഇദ്ദേഹം ചെയ്യുന്ന ജോലിയും ഇതിനകത്ത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ വളരെ കൃത്യമായി ഒരു സർക്കാർ ജീവനക്കാരൻ കൂടിയായ RSSന്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാൾ സംഘപരിവാറുമായി ബന്ധപ്പെട്ട സംഘടനയുടെ പരിപാടിയിൽ അവരുടെ സംസ്ഥാന നേതാക്കന്മാരും MP-യും MLA-യും ഒക്കെ പങ്കെടുത്ത പരിപാടിയിൽ ഇത് പ്രസംഗിക്കുന്നു. ഇനി ഇതൊക്കെ മാറ്റി നിർത്തിക്കോ. ഇത് കഴിഞ്ഞ് നടത്തിയ ഇന്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞു, ഇത് എന്റെ മാത്രം അഭിപ്രായമല്ല, എന്റെ അഭിപ്രായമാണ്. വ്യക്താണല്ലോ. യൂട്യൂബ് നോക്കിയ രാജേഷിന് കാണാം. രാജേഷ് പറയട്ടെ. രാജേഷ് പറയുമ്പോ ചന്ദ്രാവത് ഈസ് എ മധ്യപ്രദേശ് ഗവൺമെന്റ് എംപ്ലോയി വർക്കിംഗ് എസ് എ മലേറിയ ഇൻസ്പെക്ടറായി സർക്കാർ ശമ്പളം പറ്റുന്ന ഒരു വ്യക്തി കൂടിയാണ്. ഒരു നിമിഷം അയാള് ആ ജോലിയിൽ നിൽക്കാൻ പറ്റുമോ?
ഒരു നിമിഷം അയാളെ തുറങ്കിലടക്കാതെ മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുമോ? അവിടെയാണ് നിങ്ങളുടെ നിലപാട്. ഇത്തരം കാര്യങ്ങൾ പ്രസംഗിക്കുന്നവരെ സർക്കാർ ശമ്പളം കൊടുത്തിരിക്കുകയാണ്. സർക്കാർ ശമ്പളം കൊടുത്തിരിക്കുകയാണ്. സർക്കാർ ജീവനക്കാരൻ ഈ രാജ്യത്തിലെ ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെ തല കൊയ്യുന്നതിന് 1 കോടി രൂപ അയാളുടെ സ്വത്ത് വിറ്റാൽ 1 കോടി രൂപ കിട്ടുമെന്നാണ് പറയുന്നത് ഈ സർക്കാർ ഉദ്യോഗസ്ഥന്റെ. ആ 1 കോടി രൂപ കൊടുക്കാമെന്ന് പറയുന്നതാണ്. ഇതിനെ എങ്ങനെയാണ് ഒരു സംസ്ഥാന സർക്കാർ കൈകാര്യം ചെയ്യുന്നത്, രാജ്യത്തിന്റെ സർക്കാർ കാണുന്നത്, BJP കാണുന്നത്? അതാണ് ചോദ്യം. ഇയാളുടെ സംഘടനയൊന്നുമല്ല പ്രശ്നം. ഇപ്പോൾ റിയാസ് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു, ഞാൻ അതിന് മറുപടി പറയാം. ലാൽ റിയാസിനെ സഹായിച്ച പോലെ എന്നെ സഹായിക്കേണ്ട, പക്ഷേ തടസ്സപ്പെടുത്തരുത്. ഇപ്പോൾ റിയാസിനോട് വളരെ റെലവൻ്റായിട്ട് ഞാൻ ഒരൊറ്റ കാര്യം മാത്രമേ ചോദിച്ചുള്ളൂ. ആൻ ഓർഗനൈസേഷൻ റിലേറ്റഡ് വിത്ത് സംഘപരിവാർ എന്ന് താങ്കൾ വായിച്ചു, അതിൽ ഒരു വ്യക്തത കുറവുണ്ട്. ഞാൻ എൻ്റെ പോയിന്റിൽ തന്നെ നിൽക്കുന്നു. ആ പരിപാടി നടത്തിയ സംഘടന RSSO BJPയോ ഞങ്ങളുമായി ബന്ധപ്പെട്ട ഒരു സംഘടനയല്ല. അവിടെ നടന്ന ഒരു ഏതോ ഒരു സംഘടനയുടെ പേരിൽ നടന്ന ഒരു പ്രതിഷേധ പരിപാടിയിൽ അദ്ദേഹം സംസാരിച്ചു. പക്ഷേ ഞങ്ങളുടെ സംഘടനയുടെ പേര് അദ്ദേഹം ഉപയോഗിച്ചു. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ സംഘടന ഞങ്ങളുടെ നിലപാട് പറഞ്ഞു. റിയാസ് ആവർത്തിച്ച് വായിച്ച കാര്യത്തിൽ യാതൊരു സ്ഥലത്തും ഞങ്ങളുടെ സംഘടനയുമായി ബന്ധമുള്ള ഒരു ബാനർ പറയാൻ സാധിച്ചില്ല. ആൻ ഓർഗനൈസേഷൻ റിലേറ്റഡ് വിത്ത് പത്രത്തിലെ കാര്യമാണ് ശ്രീ രാജേഷ്. ആ പത്രം അടുത്ത ദിവസത്തെ വാർത്ത കൂടുതൽ കൈകാര്യം ഓൺലൈൻ വാർത്തയാണ്. മണിക്കൂറിൽ അവർ അത് നിർത്തു. മുതൽ നിങ്ങൾക്ക് പറയാനുള്ളത് ഇതാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ചോദ്യം ഇതാണ്, മധ്യപ്രദേശ് സർക്കാരിലെ ഒരു ജീവനക്കാരനാണ്. ശരി, ആ സർക്കാർ ജീവനക്കാരൻ ഇതിന് ഉത്തരം പറയൂ. ഒരു മധ്യപ്രദേശ് സർക്കാരിലെ ഉദ്യോഗസ്ഥനായിക്കൊള്ളട്ടെ, അതല്ലെങ്കിൽ തമിഴ്നാട് സർക്കാരിലെ ഉദ്യോഗസ്ഥനായിക്കൊള്ളട്ടെ, ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെ തല കൊയ്യാൻ 1 കോടി രൂപ കൊടുക്കുമെന്ന് പറഞ്ഞാൽ അതിന് BJP എങ്ങനെയാണ് കാണേണ്ടത് ശ്രീ രാജേഷ്? ഇതിങ്ങനെ നമ്മൾ നിസ്സാരമായി കാണേണ്ട കാര്യമല്ല, ഇത് രാഷ്ട്രീയമായി കാണേണ്ട കാര്യമല്ല. നമ്മുടെ ഭരണഘടനയുടെ ഫെഡറൽ സെറ്റപ്പിന്റെ ഒരു സ്ഥിതിയെ എങ്ങനെയാണ് BJP പോലൊരു ദേശീയ പാർട്ടി കാണുന്നത് എന്നതാണ്. രാജേഷ് പറയൂ. പ്രേക്ഷകർ എന്നോട് ക്ഷമിക്കണം, ഞാൻ ധിക്കാരപൂർവ്വം സംസാരിക്കാതിരിക്കുന്നതല്ല. റിയാസിന് പൂർണ്ണമായും സമയം കൊടുക്കുകയും ഞാൻ സംസാരിക്കുമ്പോൾ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്ന ലാലിൻ്റെ ശൈലി പ്രതിഷേധിച്ച് ഞാൻ ലാലിൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നില്ല. ലാലും റിയാസും തമ്മിൽ ചർച്ച ആയിക്കോട്ടെ. ശ്രീ VV രാജേഷ്, അങ്ങയുടെ സ്നേഹത്തോടു കൂടി പറയട്ടെ, ഇതൊരു സമരത്തിൻ്റെ വേദിയല്ല. അങ്ങേക്ക് ഞാൻ ആവശ്യത്തിന് സമയം തരുന്നുണ്ട്. എൻ്റെ ചോദ്യങ്ങൾക്ക് കടുപ്പം കൂടിപ്പോകുന്നുണ്ടെങ്കിൽ ഈ കുന്ദൻ ചന്ദ്രാവത്ത് എന്ന് പറയുന്ന മഹാൻ ചെയ്ത ആ പ്രവൃത്തിയേക്കാൾ കടുപ്പമുണ്ടോ എൻ്റെ ചോദ്യത്തിന്? ഈ രാജ്യത്തിൻ്റെ സ്നേഹം പ്രചരിപ്പിക്കുന്നവരാണല്ലോ നിങ്ങൾ. ദേശസ്നേഹം എന്ന് പറഞ്ഞാൽ ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ തല കൊയ്യാൻ സന്ദേശം കൊടുക്കുന്നവരെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണോ? നിങ്ങൾക്ക് മറുപടി പറയണ്ടേ? ഞാൻ 5 മിനിറ്റ് അങ്ങേക്ക് തരാം. അങ്ങേക്ക് ഈ മറുപടി എപ്പോഴെങ്കിലും തരാൻ സാധിക്കുമോ? VV രാജേഷ്, ഇത് ട്രോൾ ചെയ്യപ്പെടുന്നതാണ് അങ്ങയുടെ നിശബ്ദത. അല്ല, എൻ്റെ നിശബ്ദത അല്ല ട്രോൾ ചെയ്യുന്നത്. ഞാൻ താങ്കളുടെ ഈ സമീപനത്തിന് മറുപടി പറയാൻ ഞാൻ തയ്യാറല്ല. എന്ത് ട്രോളോ ചെയ്തോളൂ. അങ്ങ് എന്ത് മറുപടിയാണ് ഇതിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? എന്ത് സന്ദേശമാണ് കൊടുക്കുന്നത്? അല്ല, താങ്കളുടെ ചോദ്യത്തിനോടാണ് അങ്ങ് താങ്കളുടെ ശൈലിയോട് എനിക്ക് യോജിക്കാൻ സാധിക്കില്ല. ഒരു സ്റ്റുഡിയോയിൽ നിന്ന് അത് ചർച്ചയാക്കൂ. ഒരു മിനിറ്റിൽ എന്റെ ഏത് ശൈലിയാണ് അങ്ങേക്ക് ഇപ്പോൾ ഇഷ്ടപ്പെടാതെ പോയത്? CPM-കാരുടെ സംസാരിക്കുമ്പോൾ മാത്രം ഇടപെടാതിരിക്കുകയും BJP RS പ്രവർത്തകരെ വിളിച്ചിട്ട് അധിക്ഷേപിച്ചു വിടുകയും ചെയ്യുന്ന താങ്കളുടെ ഈ ശൈലിയിൽ എനിക്ക് യോജിപ്പില്ല. അതുകൊണ്ട് തന്നെ അടിമപ്പണി എടുക്കാൻ എന്നെ കിട്ടില്ല മാധ്യമത്തിൽ. എൻ്റെ സംഘടനയുടെ ശൈലി പറയാൻ വേണ്ടി എനിക്ക് അവസരം തരാമെന്നുണ്ടെങ്കിൽ ഏത് വെല്ലുവിളിയും നേരിടാൻ തൻ്റെ അടുത്തോട് തന്നെയാണ് വന്നിരിക്കുന്നത്. അല്ലാതെ അടിമപ്പണിക്ക് വേണ്ടിയാണ് ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്നത്, ഞാൻ അതിനോട് യോജിക്കുന്നില്ല. ചാനൽ മുറികളിൽ നിന്നും ഇറങ്ങിപ്പോകുന്നത് മാധ്യമ പ്രവർത്തനത്തിനോട് കാണിക്കുന്ന ധിക്കാരമാണ്. അതിന് ഞാൻ തയ്യാറല്ല. പ്രേക്ഷകരനോട് ക്ഷമിക്കണം. ദയവായി പ്രേക്ഷകർ എന്നോടും ക്ഷമിക്കുക. ഞാൻ രാജേഷിന് സമയം കൊടുക്കുകയാണ്. അദ്ദേഹത്തിന് പറയാനുള്ളത് കേൾക്കാനാണ് നമ്മളെല്ലാവരും ഇരിക്കുന്നത്. രാജേഷ് പറയൂ. ലാല് എന്നോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഞാൻ എൻ്റെ ആവശ്യത്തിന് റിയാസിന് കൊടുക്കുന്നത് പോലുള്ള സമയമെടുത്ത് പൂർത്തീകരിക്കുന്നവരെ ലാലിൻ്റെ ഭാഗത്തുനിന്ന് ഇടപെടൽ ഉണ്ടാവുകയില്ല എന്ന് ഉറപ്പാണ് എന്നുണ്ടെങ്കിൽ ഞാൻ ചർച്ചയിൽ പങ്കെടുക്കാൻ തയ്യാറാണ്. ഞാൻ ചോദിച്ച ചോദ്യം ഇപ്പോൾ തന്നു കഴിഞ്ഞു. അങ്ങ് അതിന്റെ ഉത്തരം തരുന്നതുവരെ ഞാൻ മിണ്ടില്ല, റിയാസിനെ സംസാരിക്കാൻ അനുവദിക്കില്ല. എനിക്കിപ്പോൾ ഒരു ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട്. ഇടവേള അല്ല, എനിക്കിനി സമയം വേണ്ട, മുഴുവൻ സമയം വേണം. രാജേഷ് എടുത്തോട്ടെ. ശ്രീ റിയാസ്, ദയവായി സംസാരിക്കരുത്. എനിക്കൊരു ഇടവേളയിലേക്ക് പോകണം. ഇടവേള കഴിഞ്ഞ് തിരിച്ചെത്തിയാൽ രാജേഷ് ഇതിന് കൃത്യമായ ഉത്തരം തരുമെന്നാണ് കരുതുന്നത്. VV രാജേഷ്, മറുപടി. ലാൽ ചോദിച്ചതും റിയാസ് പറഞ്ഞതും ഈ പ്രസ്താവന നടത്തിയ വ്യക്തി മധ്യപ്രദേശിലെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ് എന്നുള്ളതാണ്. സർക്കാർ ഉദ്യോഗസ്ഥർ
തീർച്ചയായിട്ടും സർക്കാർ ഉദ്യോഗസ്ഥരിൽ ഒരുപാട് പേർ പല സംഘടനകളും പ്രവർത്തിക്കുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ സർക്കാർ ഉദ്യോഗവുമായിട്ടോ ഇദ്ദേഹത്തിൻ്റെ ബാക്കിയുള്ള ബാക്ക്ഗ്രൗണ്ടോ എന്നും ഞാൻ ചികഞ്ഞിട്ടില്ല ഞാനിവിടെ വന്ന് ഇരിക്കുന്നത്. കാരണം ലക്ഷക്കണക്കിന് പേർ ഞങ്ങളുടെ സംഘടനയുടെ പല ചുമതലകളിലും പല സ്ഥലങ്ങളിലുമുണ്ട്. പക്ഷേ ഇത്തരത്തിൽ സംഘടനയുടെ രാഷ്ട്രീയ വിദ്യാഭ്യാസം ലഭിക്കാത്ത ഒരാൾ നടത്തുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ്, സംഘടനയുടെ ശൈലിയുമായി യാതൊരു തരത്തിലും യോജിപ്പില്ലാത്ത ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയപ്പോൾ സ്വാഭാവികമായും ദേശീയ നേതൃത്വത്തോട് തന്നെ ബന്ധപ്പെട്ട് ഇതിൻ്റെ വിവരങ്ങൾ ആരായുകയും BJP സംസ്ഥാന അധ്യക്ഷൻ തന്നെ ഇതുമായി ഞങ്ങളുടെ സംഘടനയ്ക്ക് യാതൊരു ബന്ധവുമില്ലെന്ന് പറഞ്ഞ സാഹചര്യത്തിൽ ഇനി സംഘടനയുടെ നേർക്ക് ഇതിൻ്റെ കുന്തമുന ചൂണ്ടാനുള്ള ശ്രമങ്ങളെയാണ് ഞാൻ ഒരുപക്ഷെ കുറച്ച് എൻ്റെ ഭാഗത്തുനിന്ന് കുറച്ച് വികാരപ്രകടനം ഉണ്ടായി കാണും. പക്ഷേ എൻ്റെ സംഘടനയെ തെറ്റായി, ഈ രാജ്യം ഭരിക്കുന്ന ഒരു സംഘടനയെ, ഈ ലോകത്തിലെ ഏറ്റവും വലിയ സാംസ്കാരിക പ്രസ്ഥാനത്തെ തെറ്റായി ചിത്രീകരിക്കാൻ നോക്കുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവിക ഒരു പ്രതികരണം മാത്രമാണ് ഞാനിവിടെ നടത്തിയത്. വേറൊന്ന്, ഞാൻ റിയാസിനോട് വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യം വിനയപൂർവ്വം ഞാൻ ചോദിച്ചു. ഞാൻ പറഞ്ഞ പോയിന്റ്, ആ പരിപാടി നടന്നത് ഞങ്ങളുടെ സംഘടനയുമായി ബന്ധപ്പെട്ട ഒരു സംഘടനയുടെ ബാനറിലല്ല. ആ ബാനർ ഞാൻ ചോദിച്ചു, റിയാസിന് അത് പറയാൻ സാധിച്ചില്ല. അപ്പോൾ ഇവിടെ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് പറഞ്ഞ പോയിന്റ് വളരെ വ്യക്തമാണ്. ആ നാട്ടിൽ നടന്ന ഏതോ ഒരു പ്രതിഷേധ പരിപാടിയിൽ ഒരു വ്യക്തി പങ്കെടുത്തു. അവിടുത്തെ MLAയും MP സ്വാഭാവികമായും വിളിച്ചു. ഇവിടെ കേരളത്തിലെയും പല MLAമാരും MP ഡയറക്റ്റ് അവരുടെ പാർട്ടിയിൽ പെടാത്ത പരിപാടികൾക്ക് പോകാറുണ്ട്. പല പരിപാടിയിലും ആ പരിപാടിയിൽ വ്യത്യസ്ത ആൾക്കാർ വന്നിട്ട് ഓരോരുത്തരുടെ അഭിപ്രായം പറഞ്ഞിട്ട് പോകാറുണ്ട്. എന്ന് കരുതി MLAക്കും MPക്കും പറയുന്നത് മുമ്പോ ശേഷമോ അദ്ദേഹത്തെ തടസ്സപ്പെടുത്താൻ സാധിക്കില്ല. അങ്ങനെയാണ് സംഭവിച്ചത്. BJPയുമായി യാതൊരു ബന്ധവുമില്ല എന്നിവിടെ സ്റ്റേറ്റ്മെൻറ്റ് വന്നു. ഇനി ലാൽ ചോദിച്ച ചോദ്യം, ഫെഡറൽ സംവിധാനത്തിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ മറ്റൊരു സംസ്ഥാനത്തിലെ മുഖ്യമന്ത്രിക്കെതിരെ ഇത്തരത്തിലൊരു വെല്ലുവിളി യോജിക്കാം? ഒരിക്കലും യോജിക്കാൻ സാധിക്കുകയില്ല. ഫെഡറൽ സംവിധാനത്തല്ല, ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെന്നല്ല ഒരു വ്യക്തിയാണെങ്കിൽ പോലും മറ്റൊരു വ്യക്തിക്കെതിരെ, പ്രത്യേകിച്ച് ഒരു തെരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിക്കെതിരെ അങ്ങനെ ഒരു വെല്ലുവിളി ഉയർത്തുന്ന ഒരു കാരണവശാലും യോജിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് ഒരു മണ്ഡലം പ്രസിഡന്റോ ജില്ലാ പ്രസിഡന്റോ അല്ല, അഖിലേന്ത്യാ നേതൃത്വം തന്നെ എതിർങ്ങി അതിന് തീർച്ചയായിട്ടും അതിനെ അപലപിച്ച് സംസാരിക്കുന്നത്. ഇനി അതിൻ്റെ തുടർച്ചയായി ഈ വിവരം അവിടുത്തെ ആഭ്യന്തര വകുപ്പിൻ്റെ അവിടുത്തെ മുഖ്യമന്ത്രിയുടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ട സ്ഥിതിക്ക് ശിവരാജ് സിംഗ് ചൗഹാനെ പോലുള്ള ഒരു മുഖ്യമന്ത്രി സംസ്ഥാനം ഭരിക്കുമ്പോൾ, BJPയെ പോലുള്ള ഒരു പാർട്ടി രാജ്യം ഭരിക്കുമ്പോൾ തീർച്ചയായും അതിന്മേലുള്ള നിയമ നടപടികൾ ഉണ്ടാകും എന്ന് തന്നെയാണ് 101% ഞാൻ വിശ്വസിക്കുന്നത്. കേരളത്തിലും എനിക്ക് 5 മിനിറ്റ് ഒന്നും വേണ്ട, 7:42 തുടങ്ങി, 44 ആയിട്ടുള്ളൂ, 45 ഇപ്പോൾ. പിന്നെ കേരളത്തിൽ ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് കരുതി ഞാൻ ഇതിനെ ന്യായീകരിക്കുകയില്ല. ഗവൺമെൻറ് കേസ് എടുത്ത സംഭവങ്ങളുണ്ട്, കേസ് എടുക്കാത്ത സംഭവങ്ങളുണ്ട്. മറ്റൊന്ന്, ശ്രീ പിണറായി, ഇപ്പോൾ മുഹമ്മദ് റിയാസ് വേറെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. ധീരത എന്ന് പറഞ്ഞാൽ ജീവൻ കൊടുക്കലാണെന്നൊക്കെ. റിയാസ്, ഇതൊക്കെ ചെയ്തു തന്നെയാണ് ഞങ്ങൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നത് എല്ലാവർക്കും അറിയാം. ആദ്യമായി കേരളത്തിൽ രാഷ്ട്രീയ പ്രതിയോഗിയുടെ ജീവൻ എടുത്ത കേസിലെ പ്രതി ആരാണെന്നും ആ ജീവൻ എടുത്തത് ആരാണെന്നും എല്ലാവർക്കും അറിയാം. രാഷ്ട്രീയ സംഘടനകൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ആ രാഷ്ട്രീയ സംഘടനകൾ അവസാനിപ്പിക്കുവാൻ വേണ്ടിയാണ് കേരള മുഖ്യമന്ത്രിയോട് പോയ ടീമിൽ ഒരുപക്ഷെ എനിക്കും മുഖ്യമന്ത്രിയെ സന്ദർശിക്കാൻ വേണ്ടി RSSന്റെയും BJPയുടെ സംസ്ഥാന നേതൃത്വം പോയപ്പോഴേക്കും നേരിട്ട് മുഖ്യമന്ത്രിയെ കാണാൻ വേണ്ടി ആ ടീമിൽ എനിക്കും കൂടി പോകാൻ വേണ്ടി ഒരു അവസരം ലഭിച്ചു. മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നും ഞങ്ങളുടെ സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നും അല്ലല്ല, താങ്കൾ പറഞ്ഞതനുസരിച്ച് 7:48 മാത്രമേ എൻ്റെ സമയം അവസാനിക്കുകയുള്ളൂ. 7:45 ആയിട്ടുള്ളൂ. താങ്കളാണ് ഇങ്ങോട്ട് പറഞ്ഞു 5 മിനിറ്റ് ഞാൻ ഇടപെടില്ല എന്ന്. കേരള BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ഭാഗത്തുനിന്നും RSSന്റെ പ്രാന്തകാര്യോടൊപ്പം കേരള മുഖ്യമന്ത്രിയെ കാണാൻ ഞാനും പോയിരുന്നു. BJPയുടെ താങ്കൾ മുഖ്യമന്ത്രിയോട് ചോദിച്ചു നോക്കൂ. RSSന്റെ സംസ്ഥാന നേതൃത്വം വളരെ വിനയപുരസ്സരം പറഞ്ഞു, മുഖ്യമന്ത്രി തന്നെ, രാജേട്ടനും ഉണ്ടായിരുന്നു MLA, മുഖ്യമന്ത്രി തന്നെ കണ്ണൂരിൽ പോകണം, മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിലാണ് 4 കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്, ഞങ്ങൾ എന്തിനും തയ്യാറാണ്, മുഖ്യമന്ത്രി കണ്ണൂരിൽ വന്ന് നേരിട്ടുള്ള സമാധാന ചർച്ചകൾക്ക് നേതൃത്വം കൊടുക്കണം. ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി പറഞ്ഞു, ചർച്ചകൾ നടക്കുകയല്ലേ, ആ ചർച്ചകൾ മുന്നോട്ട് പോകട്ടെ, ഞാൻ പരിശോധിക്കാം എന്ന് മുഖ്യമന്ത്രിയും പറഞ്ഞു. ഇതെന്തുകൊണ്ടാണ്? ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന സംഘടന ആയതുകൊണ്ടാണ് ഞങ്ങളൊക്കെ ചെയ്തത്. പിന്നെ പ്രാദേശിക തലത്തിൽ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി സർവകക്ഷി യോഗം കഴിഞ്ഞിട്ട് പറഞ്ഞതുപോലെ സംസ്ഥാന നേതൃത്വങ്ങൾ വിചാരിച്ചാൽ ഒരിടപെടൽ പോലും നടത്തിയില്ല. ശ്രീ VV രാജേഷ് 7:46 എന്റെ മൊബൈൽ ഫോണിൽ എന്റെ ഫോണിലാണ് ഞാൻ സമയം നോക്കിയത്. ഞാൻ എനിക്ക് പറയാണ്ട് ഏറെക്കുറെ പറഞ്ഞു കഴിഞ്ഞു. ശ്രീ മുഹമ്മദ് റിയാസ് ചോദ്യങ്ങൾക്കുള്ള മറുപടി VV രാജേഷ് നൽകിയെന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു. നിങ്ങൾക്ക് തൃപ്തിയുണ്ടോ? തൃപ്തിയില്ല. 2 കാര്യം പറയുന്നുള്ളൂ. ഞാനിതുവരെ ഇടപെട്ടിട്ടില്ല. ലാല് റിയാസ് മിണ്ടരുതെന്ന് പറഞ്ഞ് ഞാൻ മുഴുവൻ സമയം രാജേഷിന് കൊടുത്തോ എന്ന് പറഞ്ഞതാണ്. ലാല് കേട്ടത് തെറ്റാ. ഞാൻ പറയാം 2 കാര്യം. ഒന്ന്, അസംബന്ധങ്ങൾ. ഇവിടെ രാജേഷ് അവസാനം പറഞ്ഞു അസംബന്ധങ്ങൾ, കേരളത്തിലെ രാഷ്ട്രീയ കൊലപാതകങ്ങളെ പറ്റിയിട്ട്. ഇത് രാജേഷ് മാത്രമല്ല, കേരളത്തിലെ BJP നേതാക്കന്മാർ പറയുന്നു. ഇത് തന്നെയാണ് ഈ ചെങ്ങായി അവിടെ പ്രസംഗിച്ചത്. അപ്പോൾ ഈ മധ്യപ്രദേശിലെ RSS തലവന്റെ ചെവിട്ടിൽ ഇത് എത്തിച്ചു കൊടുത്തത് കേരളത്തിലെ BJP നേതാക്കന്മാരാണ്. ഈ അടിസ്ഥാനരഹിതമായ അസംബന്ധങ്ങൾ ചെവിട്ടിലെത്തിച്ചു കൊടുത്തതിന് ഭാഗമായിട്ടാണ് പിണറായി വിജയനെ കൊലപ്പെടുത്താൻ വേണ്ടി അദ്ദേഹം
തല വെട്ടാൻ വേണ്ടി ആഹ്വാനം ചെയ്തത്. അപ്പൊ അദ്ദേഹത്തെ കൊണ്ട് ഇങ്ങനെ പ്രസംഗിപ്പിക്കാൻ ആഹ്വാനം ചെയ്യുന്നതിന് പിന്നിൽ രാജേഷ് ഉൾപ്പെടെയുള്ള BJP നേതാക്കന്മാരുടെ തെറ്റായ വിവരം നൽകലുണ്ട്. അതുകൊണ്ട് ഇത് ഉൾപ്പെടെ അന്വേഷിക്കണം. കേരളത്തിലെ BJP നേതാക്കന്മാർ കേരളത്തിൽ ഇല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിച്ച് ഇതുപോലെ കൊലവിളിക്ക് ആഹ്വാനം ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കി. അപ്പൊ ഇത് ഉൾപ്പെടെ അന്വേഷിക്കണം. ഒന്ന്, ഇവരെ ഉൾപ്പെടെ ഈ കേരളത്തിലെ BJP നേതാക്കന്മാരെ ഉൾപ്പെടെ ഇതിൽ പ്രതി ചേർക്കേണ്ടതുണ്ട്. ഒന്ന്. രണ്ടാമത്തത്, ഇപ്പൊ ഞാൻ പുതിയ ഒരു ഓൺലൈൻ മാഗസിൻ ടൈംസ് നൗ, അത്യാവശ്യം എല്ലാവരും അറിയുന്നതാണല്ലോ രാജേഷെ, അതിൽ ആ സംഘടനയുടെ പേരും അതിൽ പറയുന്നുണ്ട്. അപ്പൊ ഇനി രാജേഷ് പറഞ്ഞ ആ വാദവും തെറ്റാ. ചന്ദ്രാവത് മെയ്ഡ് ദ റിമാർക്ക് ഡ്യൂറിംഗ് എ RSS പ്രൊട്ടസ്റ്റ് റാലി ഇൻ ഉജ്ജയിൻ ഇൻ ദി പ്രസൻസ് ഓഫ് MP ചിന്താമണി മാൽവിയ ആൻഡ് MLA മോഹൻ യാദവ്. In the RSS protest rally, Chandrawat said, "I have enough wealth to have the guts to make such an announcement. I have properties worth over rupees 1 crore. Whoever gets me," Vijayan said, "I will give away all my property to the person." അപ്പൊ ഞാനിത് തെരഞ്ഞു നോക്കിയപ്പോൾ ഇപ്പോൾ ഒരു ഓൺലൈനിൽ കിട്ടി. അപ്പൊ നിങ്ങളുടെ റാലിയിൽ തന്നെ പറഞ്ഞു. ഇനി നിങ്ങളുടെ റാലിയിൽ പറഞ്ഞില്ല എന്ന് വിചാരിക്കട്ടെ, ഇനി ഞാൻ വന്ന് നിങ്ങളുടെ ഒരു സെമിനാർ പങ്കെടുക്കുക, രാജേഷിനെ ക്ഷണിച്ചു, ഒരു സെമിനാർ പങ്കെടുക്കുക. ഞാൻ ആ സെമിനാർ പങ്കെടുത്തുകൊണ്ട് BJPയുടെ ഒരു സെമിനാർ പങ്കെടുത്തുകൊണ്ട് ഞാൻ പറയേ, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ തല വെട്ടുന്നവന് 1 കോടി കൊടുക്കണം. അങ്ങനെ പറഞ്ഞാൽ നിങ്ങളുടെ ബാനറിലുള്ള ഒരു പരിപാടിയിൽ ഞാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരു സംഘടനയുടെ ഭാരവാഹി പ്രസംഗിച്ചാൽ അത് എന്റെ സംഘടനയെ ബാധിക്കില്ല എന്ന് രാജേഷിന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. അപ്പൊ 2 വാദവും തെറ്റാണ്. ഒന്ന്, നിങ്ങളുടെ സംഘടനയുടെ പരിപാടിയല്ല എന്ന് പറഞ്ഞത് ടൈംസ് നൗ നോക്കാം, സ്ക്രോള് നോക്കാം, അതിൽ കൃത്യമായി അങ്ങനെയല്ല. ഇനി കോൺഗ്രസിന്റെയോ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെയോ പരിപാടിയിലാണെങ്കിൽ പോലും ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ ആ സ്ഥാനത്തിരുത്തുകയും അയാൾക്കെതിരെ കേസ്. VV രാജേഷ് നേരത്തെ പറഞ്ഞത് ഈ കാര്യങ്ങളെല്ലാം മധ്യപ്രദേശ് സർക്കാർ അന്വേഷിക്കും, അത് അന്വേഷിച്ചതിന് ശേഷം ഈ കുന്ദൻ ചന്ദ്രാവത്തിനെതിരായിട്ടുള്ള നടപടിയെടുക്കും എന്നാണ്. ഇത് മംഗലാപുരത്ത് കണ്ടില്ല, ഭോപ്പാലിൽ മുമ്പ് തടഞ്ഞവർക്കെതിരെ കണ്ടില്ല, മുഖ്യമന്ത്രിയെ തടഞ്ഞവർക്കെതിരെ കണ്ടില്ല, ഒരു സംസ്ഥാന മുഖ്യമന്ത്രിയെ തടഞ്ഞവർക്കെതിരെ കണ്ടില്ല. ഇപ്പോൾ ഇന്ന് സംഭവിച്ചത് അങ്ങ് ഒന്ന് അറിയണം. ഈ കാര്യത്തെക്കുറിച്ച് മധ്യപ്രദേശ് നിയമസഭയിൽ ഇന്ന് അവിടെ നിയമസഭ കൂടുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ പ്രതിപക്ഷ നേതാവ്, കോൺഗ്രസിന്റെ നേതാവ് അജയ് സിംഗ് സഭയിൽ ചോദിച്ചു. അപ്പോൾ അജയ് സിംഗിനെതിരെയും BJPയുടെ ഭാഗത്തു നിന്ന് സമാനമായ രീതിയിലുള്ള ഭീഷണി ഉണ്ടായി എന്നാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ. അതായത് ആഭ്യന്തരമന്ത്രി തന്നെ പ്രതിപക്ഷ നേതാവ് അജയ് സിംഗിനെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ സംസാരിച്ചിരിക്കുന്നു. ശ്രീ രാജേഷ്, എവിടെ നടപടി ഉണ്ടാകാൻ ഇതെന്ത് സന്ദേശം? അല്ല, ഇപ്പോൾ ഈ ലാല് പറഞ്ഞ വിവരം എനിക്ക് കിട്ടിയിട്ടില്ല, എനിക്ക് അന്വേഷിക്കാൻ സാധിച്ചില്ല. ലാല് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രം അടിസ്ഥാനത്തിൽ എനിക്ക് ഉത്തരം പറയാൻ സാധിക്കില്ല. ഞാൻ നേരത്തെ റിയാസ് പറഞ്ഞ കാര്യങ്ങളിലേക്ക് വരാം, ലാൽ ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം. ഇപ്പോൾ റിയാസ് ഒരു വാർത്ത വന്നതായിട്ട് പറഞ്ഞല്ലോ, അവിടെയും ഞാൻ ചോദിച്ചു, ഇതിൻ്റെ ബാക്കിൽ ഒരു ബാൻഡ് കാണിക്കുന്നുണ്ടല്ലോ. ഏതൊരു സംഘടന പരിപാടി എടുത്താലും ഒരു ബാക്ക്ഗ്രൗണ്ട്, ഒരു ബാനറൊക്കെ ഉണ്ടാവുമല്ലോ. അതിലൊന്നും തന്നെ RSSൻ്റെ പേരില്ല, ഒരു അർത്ഥത്തിലൊരു വാർത്ത എന്ന് വന്നു പറഞ്ഞു. എനിക്ക് സ്വാഭാവികമായിട്ട് ചെക്ക് ചെയ്യേണ്ടതായിട്ട്, എന്തായാലും ശരി തന്നെ RSS നടത്തിയ പരിപാടിയല്ലത് എങ്കിൽ RSS എന്ന് തന്നെ എൻ്റെ പുറകിലുണ്ടാകും. കൃത്യമായിട്ടും RSS പറയുന്നത് ഞങ്ങളുടെ പരിപാടിയായിരുന്നു എന്ന് പറയുന്നത് അല്ല, ആരുടെ ആയിക്കൊള്ളട്ടെ, RSSോ BJPയോ ഞങ്ങളുമായി ബന്ധപ്പെട്ട ഒരു സംഘടന നടത്തിയ പരിപാടി അല്ല. വേറൊരു കാര്യം, താങ്കൾ ചോദിച്ച മധ്യപ്രദേശ് നിയമസഭയുടെ കാര്യത്തിൽ ഞാനത് നേരത്തെ പറഞ്ഞു, എനിക്കതിനെക്കുറിച്ച് യാതൊരു വിവരമില്ലെന്ന്. പിന്നെ റിയാസ് പറയുന്നത് കേരളത്തിൽ നടക്കാത്ത കാര്യങ്ങൾ ദേശീയ തലത്തിൽ പറഞ്ഞ് ചെവിടിൽ എത്തിച്ചു കൊടുത്തു എന്നൊക്കെ പറഞ്ഞാൽ, കേരളത്തിൽ എന്താണ് നടക്കുന്നതെന്നും നടക്കാത്തതെന്നും എല്ലാവർക്കും അറിയാം. കേരളത്തിലെ ഏത് ഏരിയ കമ്മിറ്റി അംഗം കുഞ്ഞനന്തൻ ഏത് കേസിലാണ് ജയിലിൽ കിടക്കുന്നത് അറിയാം, ജയകൃഷ്ണ മാഷ് കൊല്ലപ്പെട്ട കാര്യം. ഈ ഒരു പർട്ടിക്കുലർ ഒരു ഒറ്റപ്പെട്ട ഒരു സംഭവത്തിന്റെ പേര് ഇതുവരെ നിങ്ങളുടെ ഈ പാർട്ടിയിലെ ഇപ്പോഴത്തെ നേതാക്കൾ ഗോപാലകൃഷ്ണൻ, അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ, ശോഭാ സുരേന്ദ്രൻ, ഇവരൊക്കെ നടത്തുന്ന പ്രസംഗങ്ങളിൽ പിണറായി വിജയനെ ആക്രമിക്കുന്നു. മംഗലാപുരത്ത് പ്രസംഗിക്കാൻ സമ്മതിക്കില്ല എന്ന് പറയുന്നു, ഭോപ്പാലിൽ അനുവദിച്ചില്ല. ഇപ്പോൾ ഈ ഭീഷണി ഇത് ഒറ്റപ്പെട്ടതാണ്. പിണറായി വിജയന് ഇത്രയും മൈലേജ് ഉണ്ടാക്കി കൊടുക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ? അല്ല, പിണറായി വിജയന് മൈലേജ് ഉണ്ടാകുന്നോ ഇല്ല എന്നുള്ള ഞങ്ങളുടെ പ്രശ്നമൊന്നുമല്ല. ഈ നടന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ ഞങ്ങളുമായിട്ട് യാതൊരു ബന്ധമില്ല. ഇതൊക്കെ കണക്ട് ചെയ്തിട്ട് ഇന്ന് കൃഷ്ണദാസിന് ജാമ്യം കിട്ടി നെഹ്റു കോളേജിൽ, ആ ഇതിൽ നിന്ന് ശ്രദ്ധ മാറ്റാൻ വേണ്ടിയാണ് ഈ വിഷയത്തിലേക്ക് ഇന്ന് പോയിട്ടുള്ളത്. പക്ഷേ പ്രേക്ഷകരോട് പറയാൻ വേണ്ടി ഇനി അടുത്ത ചോദ്യം ഞാൻ ചർച്ച ഉണ്ടാകില്ല. ഞാൻ ഇന്നിപ്പോ മുൻകൂർ ജാമ്യം കിട്ടാത്തത് മനസ്സിലാക്കിയ കുന്ദൻ റാവത്തിനെ കൊണ്ട് നിങ്ങൾ പറയിച്ചതാണോ എന്നുകൂടി സംശയിക്കേണ്ടി വരും. VV രാജേഷിന്റെ ഈ മറുപടി കാണുമ്പോൾ നിങ്ങൾക്ക് എവിടെയൊക്കെയാണ് ഈ രീതിയിൽ പിണറായിയെ ദേശീയ നേതാവാക്കാനുള്ള
ആ വിഷയം ചർച്ച ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ഇന്ന് ചർച്ചയ്ക്കെടുത്തത്. മറ്റുള്ള ചാനലുകൾ അതേപോലെ എനിക്കും ഒരു സംശയമുണ്ട്. ഈ പാചകവാത സിലിണ്ടറിന്റെ വില വർദ്ധിച്ച് ജനങ്ങളാകെ മോഡിയോട് രോഷം കൊണ്ട് നിൽക്കുമ്പോൾ ഇതുപോലുള്ള കുറെ കുന്തന്മാര് പറഞ്ഞുകൊണ്ട് അജണ്ട വഴിമാറ്റുകയാണോ ഇതൊക്കെ വേറെ പ്രശ്നം. ഇതിൽ രാജേഷ് ഇതുകൂടി കേട്ടോ. രാജേഷ് വീണ്ടും ഇങ്ങനെ പറയരുത്. ഞാൻ രാജേഷിനോട് ചോദിക്കുന്ന ഒരു ചോദ്യം, ഞങ്ങൾ ഡിവൈഎഫ്ഐയുടെ ഒരു സെമിനാറിൽ രാജേഷിനെ വിളിക്കുന്നു. ആ സെമിനാറിൽ രാജേഷ് വന്ന് പങ്കെടുക്കുന്നു. രാജേഷ് ആ സെമിനാറിൽ പറയുന്നു, ത്രിപുര മുഖ്യമന്ത്രി മണിക് സർക്കാരിന്റെ തല വെട്ടിക്കോ, 1 കോടി ഞാൻ തരും. അങ്ങനെ പറഞ്ഞാൽ അത് ഡിവൈഎഫ്ഐയുടെ പരിപാടിയാണ്, അതുകൊണ്ട് അതിൽ മറ്റു ഉത്തരവാദിത്തമില്ല എന്ന് പറഞ്ഞ് ഒഴിയാൻ പറ്റുമോ? ഒഴിയാൻ പറ്റില്ല. ഒന്നത് പരിപാടി ആരുടേത് എന്നുള്ളതല്ല, ഇവിടെ പരിപാടി ആരുടേത് എന്നും പരിശോധിച്ചോ. അങ്ങനെ പരിശോധിച്ചാലും 2 പ്രധാനപ്പെട്ട ഇന്ത്യയിലെ ദേശീയ മാധ്യമങ്ങളുടെ വാർത്ത ഓൺലൈൻ ഞാൻ അതേപോലെ വായിച്ചു. ഞാൻ വെള്ളം ചേർത്തിയിട്ടില്ല. അതിൽ 2ലും ഈ സംഘപരിവാറുമായി ബന്ധപ്പെട്ട സംഘടന, മറ്റൊന്ന് RSSന്റെ പ്രതിഷേധ റാലി. എന്തുമായിക്കോട്ടെ, അതിൽ നിങ്ങളുടെ MP ഉണ്ട്, അതിൽ നിങ്ങളുടെ MLA-മാരുണ്ട്, നിങ്ങളുടെ സംസ്ഥാന നേതാക്കന്മാരുണ്ട്. ഇങ്ങനെയൊക്കെയുള്ളവരെ ഇരുന്നു കൊണ്ട് ഇങ്ങനെ പറഞ്ഞ ഒരാളെ, അതും ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ, മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും അറസ്റ്റ് ചെയ്യാൻ തയ്യാറാകുന്നില്ല, ജയിലിലടക്കാൻ തയ്യാറാകുന്നില്ല. അങ്ങനെ തയ്യാറാകാത്ത ഒരു സംസ്ഥാന ഗവൺമെന്റിനെ, ഒരു ഫെഡറൽ സംവിധാന തത്വങ്ങളുള്ള ഒരു രാജ്യത്ത് ഒരു കേന്ദ്ര ഗവൺമെന്റ് ഇടപെട്ടുകൊണ്ട് നിലപാടെടുപ്പിക്കുന്നില്ല. ഇതൊക്കെ ജനങ്ങൾ ശരി, അത് തന്നെയാണ് ഇനി വരുന്ന ദിവസങ്ങളിൽ ചർച്ചയാകുക. അതിന്റെ ഉത്തരമാണ് BJP പറയേണ്ടി വരിക, കേന്ദ്ര സർക്കാരും പറയേണ്ടി വരിക. ഒരു സംസ്ഥാനത്തെ സർക്കാരിന്റെ പിന്തുണയോടുകൂടിയാണോ മറ്റൊരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെ തല കൊയ്യാനുള്ള ഇനാം പ്രഖ്യാപിക്കൽ നടന്നത്? ഇതിനുള്ള ഉത്തരം ലഭിക്കേണ്ടതുണ്ട്. വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ മുഹമ്മദ് റിയാസ്, ശ്രീ VV രാജേഷ്.